നമുക്ക് കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കാം. സ്നേഹത്തിന്റെ പിതാവേ യേശുവേ, അവിടുന്ന് അതേ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളെ തീയിടാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കുവാനായിട്ട് എത്ര വെമ്പലോടെ, എത്ര ആശയോടെ, വാഞ്ചയോടെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ഞങ്ങൾക്ക് കർത്താവേ, അതിനായിട്ടുള്ള ആഗ്രഹത്തിനേക്കാളുപരി ഞങ്ങളുടെ ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള, ഞങ്ങൾക്ക് വേണ്ടി ആ പരിശുദ്ധാത്മാവിന് തീക്കായിട്ടുള്ള ഞങ്ങളുടെ ദാഹത്തിന്, ഞങ്ങളുടെ ആ അപേക്ഷയ്ക്കും ഉപരിയായിട്ട് ഞങ്ങളെ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്നേഹത്തിന്റെ തീയനാൽ ജ്വലിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പായി ഞങ്ങൾ വീണ്ടും വണങ്ങുന്നു. ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതിലും അധികമായിട്ടുള്ള ഒരു തീ ഞങ്ങളിലേക്ക് ഇറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് വേറൊന്നിനും വേണ്ടിയല്ല കർത്താവെ, ഇവിടത്തേക്കായിട്ട് ഞങ്ങൾ ഇറങ്ങി തീരുവാനായിട്ട് അവിടുന്ന് ഞങ്ങളിൽ എന്തുദ്ദേശത്തോടാണോ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ വീണ്ടും ജനിക്കുമാറാക്കിയത്, അതേ ഉദ്ദേശം സമ്പൂർണ്ണമായിട്ട് നടത്തി തീർക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണം. അവിടുത്തോട്ടുള്ള വലിയ തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹത്താല്, ആദ്യ സ്നേഹത്താല് ഞങ്ങളെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കുഞ്ഞാമത്തെ മുഹൂർത്തപ്പെടുത്തിയായിട്ട് അവിടെ ഞങ്ങളോട് സംസാരിച്ചായിട്ട് എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ. നമുക്ക് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ലവുദിക്യ സഭയോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെക്കുറിച്ച് അത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വേണ്ടവണ്ണം നമ്മളുടെ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിരന്തരമായിട്ട് പിരിയുന്നുണ്ടോ? നിരന്തരമായിട്ടുള്ള ആ ഒരു ആത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ജീവജല നദികൾ, നദിയോടും ജലത്തോടും പരിശുദ്ധാത്മാവിനെ ഉപമിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്, ശ്വാസത്തോട് ഉപമിച്ചിട്ടുണ്ട്. നമ്മളുടെ മേലുള്ള ആ വലിയൊരു ആ ഒരു സ്നേഹക്കൊടുങ്കാറ്റ്, നമ്മളുടെ മേല് പടരേണ്ടതായിട്ടൊരു അഗ്നി. നമ്മള് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തില് അതിന്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായിരിക്കാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ ലവദിക്കലുള്ള മൂത്ത സഹോദരനോട് പറയുന്നതായിട്ടാണ്. അവിടെ ആ ഒരു ദൂതനോടെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സഭയുടെ ദൂതനോട് പറയുന്നതായിട്ട്, മൂപ്പനായിട്ടുള്ള സഹോദരനോട് പറയുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. നമ്മളുടെ ജീവിതത്തില് നമ്മളൊരു ശീതവാന്, ഉഷ്ണവാന്, ശീതോഷ്ണവാന്, ഏതൊരവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന്. ശീതവാൻ എന്ന് പറഞ്ഞാൽ കോൾഡ് എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ലോകത്തിന്റെ ആൾക്കാര് സിനിമയും പാട്ടും ഡാൻസും അതുപോലെയൊക്കെയുള്ള ലോകമയമായിട്ടുള്ള മദ്യപാനവും വെറുക്കൂത്തുകളും അതുപോലെയുള്ള അശ്ലീല തമാശകളും അങ്ങനെയൊക്കെയുള്ള അവര് ഔട്ട്റൈറ്റ്ലി കർത്താവിന്റെ പേരൊന്നും എടുക്കുന്നില്ല. അവര് ലോകക്കാരാണ്, അവര് തന്നെ അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരങ്ങ് ലോകത്തിന്റെ പിന്നാലെ അങ്ങ് പോകുന്ന ആൾക്കാരാണ്. എന്നാൽ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ ഹോട്ട്. അതാ അതിന്റെ ഐ വിഷ് 15-ാമത്തെ വാക്യത്തിൽ ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൊള്ളാമായിരുന്നു. ഐ വിഷ് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കാണ്. യേശു കർത്താവ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയാം, ഐ വിഷ് ദാറ്റ് യു വേർ കോൾഡ് ഓർ ഹോട്ട്. അതാണ് കർത്താവിന്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം. എന്നാൽ ഈ കോൾഡിനും ഹോട്ടിനും ഇടയ്ക്കായിട്ട് ശീതവാനും ഉഷ്ണവാൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഉഷ്ണിക്കുന്ന കാര്യമല്ല, മറിച്ച് വലിയ തീയോടെ ആ ഒരു കർത്താവിനോട് വേണ്ടി ഒരു തീയോടെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പുറമേ ഉള്ള എന്തെങ്കിലും കുറച്ച് കിടന്ന് ഇപ്പൊ മാർത്തെ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നു, പറയുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പിരിപിരിപ്പോടെ എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ ചില കുഞ്ഞുങ്ങളെ കുറിച്ച് പറയില്ല, ഭയങ്കര പിരിപിരിപ്പ, ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, ADHD എന്ന് പറയും. അങ്ങനെയുള്ള കാര്യമല്ല. ഇങ്ങനെ ഓടിച്ചേട്ടാ അത് ഇതാണ് എന്തൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി അങ്ങനെയുള്ള ഒരു കാര്യമല്ല, മറിച്ച് അവിടെ
യഥാർത്ഥത്തിൽ അവിടെ അന്ന് പരിശുദ്ധാത്മാവ് ഇപ്പൊ മറിയത്തിലെ മാർത്തയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായിരുന്നില്ല, കർത്താവിന്റെ പുണ്യാഹയാഗം കഴിഞ്ഞിട്ടില്ലായിരുന്നത് കൊണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ അവരുടെ കൂടെ അവരുടെ മേലെയൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതുന്നതായിട്ടും കർത്താവിന്റെ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വാധീനം അവരിൽ ഉണ്ടായിരുന്നു. അപ്പം ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളെ ഇന്നത്തെ ഒരു ക്രിസ്തീയ സമൂഹം ഈ ലാസറസ് ഉള്ള ബദനിയുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന മാർത്ത ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്ന് ഓടിച്ചാടി ചെയ്യുന്നു, അവള് പ്ലേറ്റ് മറിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു, ചിക്കൻ കറി ഇതിന് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു, മുളകുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങള്, ചപ്പാത്തി വരുത്തുന്നു, ടപ്പോൾ ടപ്പോൾ എന്ന് പറഞ്ഞ് ശബ്ദം കേൾപ്പിക്കുന്നു. ഞാൻ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോ ഈ ഇളക്കുമ്പോ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ സൗകര്യം ഇങ്ങനെ കൊട്ടും ഇങ്ങനെ. അപ്പൊ ചില അടുക്കളയിൽ ഇവിടെ ആളുണ്ട്, ഞാനിവിടെ തന്നെ, ബാക്കി എല്ലാവരും ഇങ്ങനെ മറിയ ഇവിടെ പേടിച്ച് ഇത് കഴിയുമ്പോ കർത്താവിന് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡോസ് കിട്ടും ഈ സഹോദരി ഇന്ന് എന്നറിയാം. മറുത്തന്റെ സ്വഭാവം അറിയാമെങ്കിലും കർത്താവിന്റെ വചനത്തിനായിട്ടുള്ള ആ ഒരു വലിയ ആക്രാന്തം നിമിത്തം മറിയ അങ്ങ് കർത്താവിന്റെ കാലിനോട് പറ്റിച്ചേർന്ന് ഇരിക്കുക. അപ്പൊ അവിടെ ഇന്നത്തെ ഒരു ക്രിസ്ത്യ സമൂഹം നോക്കുമ്പം ഇവിടെ ആരാണ് ശീതവാൻ ശീതോഷ്ണവാൻ ചോദിക്കുമ്പോൾ സാധാരണ ആൾക്കാരെല്ലാം പറയും, ഓ മാർത്ത ഭയങ്കര ഉഷ്ണവാദിയല്ലേ, ഓ അവിടെ ഹോട്ട്, കർത്താവിന് വേണ്ടി അവിടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവിടെ എന്ന് അറിയാവോ. അവിടെ പഴമിനിങ്ങായിട്ട് അവിടെ എന്തോ അള്ളിപ്പിടിച്ചിരിക്കുന്നു കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ എന്തുവാ അവർക്ക് എന്താ അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സ്വാധീന വലയത്തിലായിരുന്നത് ആരാ? യേശുകർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാപകനായിട്ട് സ്നാനദാതാവായിട്ട് അവിടെ ആയിരുന്നു. എന്ന് അവിടെ മറിയുമാണ് യഥാർത്ഥത്തെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് അവളായിരുന്നു ഒരു തീക്ഷ്ണതയുടെ. അപ്പൊ ആ തീക്ഷ്ണത എന്ന് പറയുമ്പോൾ നമ്മള് അത് പുറമേ ഉള്ള ഒരു ഇളക്കപ്പെരുപ്പമാണെന്നുള്ളൊരു കാര്യം തെറ്റിദ്ധരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് പറയാം, എന്തല്ല തീക്ഷ്ണത, പക്ഷെ ആത്മാവിലുള്ള കർത്താവിനോടുള്ള നിർമ്മലവും. നമുക്ക് ആ വാക്യം അറിയാം, 2 കൊരിന്ത്യർ 11 3 വാക്യം, 2-3 വാക്യങ്ങളില്ല. കർത്താവിനോടുള്ള നിർമ്മലവും ഏകാഗ്രവുമായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു ഭക്തി, ആ ഒരു ഡിവോഷൻ, ഫെർവെന്റ്, സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ ടു ദി ലോർഡ്. ഫെർവെന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്. ഫെർവെന്റ് എന്ന് പറഞ്ഞാൽ ഫയറി, എത്ര അഗ്നിക്കും എടുക്കാൻ പറ്റാത്ത ഒരു സ്നേഹം. നമ്മൾ ഉത്തമഗീതത്തിൽ അത് വായിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വെളിപാട് 3 നമുക്ക് പറ്റുമെങ്കിൽ തിരിച്ചു വരാമെങ്കിലും നമുക്ക് ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തില് അതുപോലൊരു കർത്താവിനോടുള്ള ഒരു സ്നേഹം അവിടെ നമ്മള് വായിക്കുന്നുണ്ട്. ഉത്തമഗീതം എന്ന് പറയുന്നത് നമുക്കറിയാം, മണവാളനായ കർത്താവിനോട് മണവാട്ടിയാകുന്ന സഭയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് നമ്മളവിടെ ആ ഉത്തമഗീതം നമ്മൾ വായിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടാൻ വേണ്ടി എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായി, എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു തീക്കായിട്ടല്ല, മറിച്ച് കർത്താവിനെ അതുപോലുള്ളൊരു സ്നേഹം. നമ്മൾ ഉത്തമഗീതം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും, അതായത് മണവാട്ടിയോട് പറയുക, കർത്താവ് പറയുക, എന്നെ ഒരു മുദ്രമോതിരമായിട്ട് നിന്റെ ഹൃദയത്തിന്മേലും മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. അതായത് ഹൃദയത്തിന്മേല് കർത്താവിൻ ആവുന്ന ആ ഒരു മുദ്രമോതിരം എന്നൊക്കെ ആ ഒരു തീ കൊണ്ടുള്ള ഒരു അടയാളം മാതിരിയുള്ള മുദ്രകള്, സീല് ഉണ്ട് എന്ന് പറയുന്നത് പോലെ, തീ അടയാളം എന്ന് പറയുന്നത് പോലെ ആ ഹൃദയത്തില് പരിശുദ്ധാത്മാവിന്റെ മുദ്രയോടുള്ള ഒരു മോതിരം, നമ്മുടെ ആന്തരിക ജീവിതം. പിന്നെ ഭുജം എന്ന് പറയുന്നത് നമ്മളുടെ കൈ എന്ന് പറയുന്നത് ബാഹ്യ ജീവിതം. അപ്പൊ നമ്മളുടെ ആന്തരിക ജീവിതത്തിലും ബാഹ്യ ജീവിതത്തിലും എന്താ കർത്താവിന് ഒരു മുദ്രമോതിരമായിട്ട് ഒരു സീൽ, പുട്ട് മീ ലൈക്ക് എ സീൽ, ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ഒരു സീലടിക്കണമെന്നുള്ളൊരു കാര്യം പറയുക. അതായത് നമ്മളുടെ ആന്തരിക ജീവിതത്തിലാവട്ടെ, നമ്മുടെ ചിന്തകള്, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ, നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതെല്ലാം ഉള്ള നമ്മളുടെ ആന്തരിക ജീവിതം. പിന്നെ നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളോ മറ്റുള്ളവർ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്, അതാ ഒരു ബാഹ്യ ജീവിതം. അവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു തീയിനാൽ ഒരു മുദ്രമോതിരം വേണം, ഒരു സീല് വേണം. എന്നിട്ട് പറയും, പ്രേമം മരണം പോലെ ബലമുള്ളതാണ്. മരണം ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, അത് അതുപോലെ ബലവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രത ശങ്ക,
എന്ന് പറഞ്ഞാൽ ജലസി, പത്നിവ്രത ശങ്ക എന്നുള്ള വാക്ക് ജലസി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണത എന്ന് പറഞ്ഞാല് കർത്താവിനായിട്ട്, ഞാൻ വേറെ ലോകത്തിനായിട്ടല്ല, കർത്താവിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അതാ ഒരു ജലസി. ഒരു ഭർത്താവിന് ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് തനിക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. വേറെ ലോകത്തിൽ ഒത്തിരി പുരുഷന്മാരുണ്ടെങ്കിൽ ലോകത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. അവരാൽ കളങ്കപ്പെടാതെ എന്റെ ഭർത്താവ് അല്ലെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളൊരു തീക്ഷ്ണത, അത് ജലസി. അത് പത്നീവ്രത ശങ്ക. ജലസി പാതാളം പോലെ, പാതാളത്തിലേക്കാണ് മരിച്ച ആത്മാക്കൾ ഇരുന്നത്, അതുപോലെ കടുപ്പമുള്ളതാണ്. പാതാളത്തിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അത് പറയാം, അതിന്റെ ജ്വാല, ഈ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ജ്വാല, അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഈ ഉത്തമഗീതം എന്നുള്ള ഉത്തമഗീത പുസ്തകത്തിൽ തന്നെ ഒരിടത്തെ ആ ലോർഡ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാ ദ വെരി ഫ്ലെയിം ഓഫ് ദ ലോർഡ് എന്നാണ്. അതിന്റെ ജ്വലന, അഗ്നിജ്വലവും മലയാളത്തിൽ അത് ആ വാക്ക്, കർത്താവ് എന്നുള്ള വാക്ക് വന്നിട്ടില്ല. ദ വെരി ഫ്ലെയിം ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിവ്യ ജ്വലനം എന്നുള്ളത് കർത്താവിന്റെ ജ്വാലയുമായിട്ട് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിട്ട് പറയുക 7ാമത്തെ വാക്യം, ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. ഒരു ചെറിയ ഒരു അഗ്നിയൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതങ്ങ് കെട്ടുപോകും. എന്നാൽ ഏറിയ വെള്ളങ്ങൾക്ക് എന്നുവെച്ചാൽ അത് പരിശുദ്ധാത്മാവിന് വെള്ളങ്ങളോട് ഉപയോഗിച്ചിട്ടുള്ള വചനഭാഗമുണ്ട്. എന്നാൽ ഇവിടെ വെള്ളങ്ങളൊന്നും ഉപയോഗിക്കുന്നത്, ഇവിടെ അഗ്നിയെ പരിശുദ്ധാത്മാവിനോട് ഉപയോഗിച്ചിട്ട് വെള്ളങ്ങളെ പ്രതികൂലത്തിനോട് ഉപയോഗിച്ചിരിക്കുക. പ്രതികൂല സാഹചര്യങ്ങള്, പ്രതികൂലമായിട്ടുള്ള വ്യക്തികള്, അങ്ങനെയുള്ള ഒരുപാട് എതിർപ്പുകളോ ചിലപ്പോൾ രോഗാവസ്ഥകളോ എതിർപ്പുകളോ പ്രശ്നങ്ങളോ അതുപോലെയുള്ള വലിയ വെള്ളങ്ങള്, വലിയ ലോകത്തിൻ്റെതായ വെള്ളങ്ങള് ഈ സ്നേഹത്തെ കെടുത്തി കളയാനായിട്ട് പോരാ. നദികൾ വന്ന് ഒഴുകിയാൽ, നദി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചില നദികളൊക്കെ അയ്യോ നദിയിലെ ആൾക്കാർ മുങ്ങി മരിക്കുന്നു. അപ്പൊ കുറേ വലിയ നദികള് വന്ന് ഒഴുകിയാലും തീരാത്തത് അഗ്നി എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു അഗ്നിയാണത്. നദികള് അതിനെ മുക്കിക്കളയുകയുമില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലെ സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. എല്ലാ സമ്പത്തിനെക്കാട്ടിലും വലിയതായിട്ടുള്ള ആ ഒരു സ്നേഹം കർത്താവിനോടുള്ള അതുപോലൊരു പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു സ്നേഹം, യേശുവിനായിട്ട് സമ്പൂർണമായിട്ടും എരിയുവാനുള്ള ഒരു സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ട്. കർത്താവ് ഇവ നമ്മളെ വെളിപ്പാട് പുസ്തകം 3ലേക്ക് തിരിച്ചൊന്നുകൂടെ വരുവാണെങ്കിൽ അവിടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നീ നഗ്നനാണോ ഇഷ്ടനാണെന്നൊക്കെ അതിനുശേഷം നല്ല ഡോസ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഈ സഹോദരന്, ലവോദിക്യ സഭയിലെ ദൂതനായിട്ടുള്ള സഹോദരന് കൊടുത്തിട്ട് നീ എന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ 19ാമത്തെ വാക്യത്തില്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ നീ ഈ അവസ്ഥയിലാണെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നേ. പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായി മാനസാന്തരപ്പെടുക. ബി സെലസ് ആൻഡ് റിപ്പന്റ്. സെലോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നു. ടു ബേൺ വിത്ത് സീൽ, ഡിസയർ ഏർണസ്റ്റ്ലി എന്നുള്ളൊരു അർത്ഥമാണ്. ആ ഒരു തീക്ഷ്ണതയോടെ ഈവൻ നീ ഉഷ്ണവാനായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ആ ഒരു വാക്ക്, ഉഷ്ണവാൻ എന്നുള്ള ഗ്രീക്ക് പദം സെസ്റ്റോസ് എന്നുള്ള ഒരു വാക്കാണ്. ബോയിലിംഗ് ഹോട്ട്, ഫെർവെന്റ് ആൻഡ് സെലസ് എന്നാണ് അതിന്റെ അർത്ഥം. ഹോട്ട് എന്നുള്ള ഉഷ്ണവാൻ എന്നുള്ള 15ാമത്തെ വാക്യത്തിലുള്ള വാക്ക് സെസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ഹോട്ട്, തിളച്ചു മറിയുന്ന ആ ഒരു, അത് ഞാൻ ആദ്യം പാട്ടുപാട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വികാരത്തിന്റെ തലത്തിലുള്ള ഒരു ആവേശം. ഇപ്പൊ ഈ മാർത്തയുടെ ഒരു വികാരാവേശം, അതിൽ ഉപരിപ്ലവമായ കുറെ ചാട്ടവും തുള്ളലും അങ്ങനെയൊക്കെയുള്ള, അങ്ങനെയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കോളങ്ങളിലൊക്കെ എന്താ ഭയങ്കരമായിട്ട് കിടന്ന് ഒത്തിരി ചാടുന്നു, ആത്മാവ് വന്നു, ഒത്തിരി കീബോർഡ്, ഒത്തിരി സൗണ്ടിൽ വെച്ച് ഓർഗനും ട്രംപറ്റും ഒത്തിരി മൈക്കും ചാടിത്തുള്ളി പുൾപിറ്റൊക്കെ മറിച്ചിട്ട് ഓടിച്ചാടിത്തുള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പറയാം ആത്മാവ് വന്നു, അത് കഴിഞ്ഞിട്ട് തീ വന്നു, തീ എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോ യഥാർത്ഥത്തിൽ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട തീയാണോ, എന്ത് തീ, അതുപോലെ കിടന്ന് ബഹളം വെക്കുന്ന തരത്തിലുള്ള അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത ഭാഷയൊക്കെ യഥാർത്ഥത്തിലുള്ള അന്യഭാഷ യഥാർത്ഥത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അന്യഭാഷ വരവും ഉണ്ട്. അത് നമ്മള് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നമുക്ക് ആ വരവുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ്, ലവ് ലാംഗ്വേജ് ആണത്. എന്നാൽ എന്തോ ഒരു എക്സിബിഷനസ് മാതിരിയുള്ള, മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാട്ടിപ്പരിപ്പ് മാതിരിയുള്ള കുറെ, അങ്ങനെ കുറെ ഒത്തിരി ചാടിത്തുള്ളിയതുപോലെ ചെയ്താലേ അവർക്ക് ആരാധിച്ചുള്ളൂ എന്ന് അവരുടെ ചിന്ത വെച്ചാൽ അതാണ് ആരാധന എന്നുള്ളൊരു കാര്യം. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആരാധന എന്താ, നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ റോമർ 12:1-2 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും നമ്മെ തന്നെ അംഗപ്രത്യംഗമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി
നമ്മളിൽ വന്ന് ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി, കർത്താവിന്റെ ആ ഒരു സ്നേഹം. ആ പരിശുദ്ധാത്മാവ് പ്രാഥമികമായിട്ട് നമ്മളിൽ എന്താ കൊണ്ടുവന്ന് നിറയ്ക്കുന്നേ? നമ്മളത് റോമർ 5:5 വാക്യം നമുക്ക് മിക്കവർക്കും പരിചിതമായിട്ടുള്ള വാക്യമോ എങ്കിലും നമുക്ക് എല്ലാവർക്കും അത് എടുക്കുന്നത് നല്ലതാ. എന്താ അവിടെ നമ്മൾ വായിക്കുന്നേ? അവിടെ റോമർ 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമ്മളുടെ പ്രത്യാശ എന്താ അവിടെ വായിക്കുന്നത്? പ്രത്യാശ ദിവ്യ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നാണ് അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദിവ്യ തേജസ്സിന്റെ പ്രത്യാശ, ദിവ്യ തേജസ് അത് യേശുവിന്റെ സ്വഭാവമാണ്. ദിവ്യ തേജസ്, ആ ദിവ്യ തേജസ്സിന്റെ പ്രത്യാശ, ആ യേശുവിന്റെ സ്വഭാവം, ആ ദിവ്യ സ്വഭാവം അത് എന്നിലേക്കും പകരപ്പെടും. ഞാനും ആ ദിവ്യ സ്വഭാവത്തിന്റെ, ദിവ്യ തേജസ്സിന്റെ പങ്കാളികളായി തീരും. അതിന്റെ വലിയൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടെ നമ്മൾ അതിലെ പ്രത്യാശയിൽ സന്തോഷിക്കുമ്പോൾ പല കഷ്ടതകളും ഒക്കെ ഉണ്ട്. പല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, 3ാമത്തെ വാക്യത്തിൽ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ആ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കഷ്ടതയെല്ലാം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത്, ദൈവം അനുവദിക്കുന്നത്, അതിലൂടെ എല്ലാം നമ്മള് ആ ഒരു ദൈവം നമുക്ക് തരുന്നൊരു പ്രത്യാശ, ദൈവ തേജസ്, ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും. കർത്താവിന് യേശു ആകുന്ന ആദിജാതന്റെ ഇളയ സഹോദരങ്ങളായിട്ട് ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ആദിജാതന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടേണ്ടതിനായിട്ട് എന്നൊക്കെ നമ്മൾ ഇതേ റോമർ 8:29 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിന്റെ സ്വഭാവത്തേക്ക് അനുരൂപപ്പെടാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കും. അപ്പൊ ആ ദൈവ തേജസ്സിന്റെ വലിയ പ്രത്യാശയുണ്ട്. അപ്പൊ അവിടെ ആ ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വഭാവത്തോട്, യേശുവിന്റെ സ്വരൂപത്തോട് ഞാനും അനുരൂപപ്പെടും. ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുമ്പോഴും എനിക്ക് അത് സഹിഷ്ണുത, ഇതെല്ലാം സഹിക്കുവാനുള്ള ഒരു ത്രാണിയും സിദ്ധത, ഗുഡ് ക്യാരക്ടർ, പ്രൂവൺ ക്യാരക്ടർ, ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്വഭാവം, കർത്താവിന്റെ ആ ഒരു തെളിയിക്കപ്പെട്ട ഒരു സ്വഭാവവും ആ സിദ്ധത വീണ്ടും പ്രത്യാശയെ ഉളവാക്കുന്ന അങ്ങനെ കഷ്ടങ്ങളിൽ നാം പ്രസംഗിക്കുന്നു. അത് വീണ്ടും പറയാം 5ാമത്തെ വാക്യത്തില് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമ്മളുടെ കർത്താവിലുള്ള ഒരു പ്രത്യാശ, കർത്താവിനെ പോലെ ആക്കി തീർക്കും. യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്ക് പാപത്തെ അതിജീവിച്ച് കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിൽ, കർത്താവിനുള്ള ഒരു ഇടതടവില്ലാതെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു പ്രത്യാശയിൽ ഭംഗം വരുന്നില്ല. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാഥമികമായിട്ട് പകരുന്നത് എന്താ? ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ ആ ഒരു സ്നേഹം. ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്നൊക്കെ എന്റെ 6, 8, 10 വാക്യങ്ങൾ താഴോട്ട് വായിക്കുന്നുണ്ട്. നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ആ ഒരു സ്നേഹം. 8ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നാം പാപികളായിരുന്നപ്പോൾ നമ്മളുള്ള സ്നേഹത്തെ ദൈവം പ്രദർശിപ്പിക്കുന്നു. പിന്നെ 10ാമത്തെ വാക്യത്തില് നാം ശത്രുക്കളായിരിക്കുമ്പോൾ പുത്രന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വന്നു. അപ്പൊ ആ ഒരു നാം ബലഹീനരായിരുന്നപ്പോ, നമ്മള് പാപികളായിരുന്നപ്പോ, ശത്രുക്കളായിരുന്നപ്പോ എന്നെ സ്നേഹിച്ച ആ ഒരു സ്നേഹം, ആ യേശുവിന്റെ സ്നേഹം, നമ്മള് വെള്ളിയാഴ്ചകളിലെ യോഹന്നാൻ 18 അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശില് യാഗമായി തീരുവാനായിട്ട്, കർത്താവ് ബന്ധിക്കപ്പെട്ടവനായിട്ട്, റോമൻ പടയാളികളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് അന്നാസിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ കയ്യപ്പാവിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ ഹെരോദാവിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് വരുന്നു, പിന്നെ റോമൻ പടയാളികള് കർത്താവിനെ പിടിച്ച് ക്രൂശിക്കുന്നു. അതെല്ലാം അതെല്ലാം അവിടെ നിന്നെയും പരിഹാസവും കർത്താവിന്റെ താടിരോമവും ഒക്കെ പിഴുതു എന്നൊക്കെയാണ് നമ്മൾ അവിടെ യെശയ്യാ 50:6 വായിക്കുന്നത്. പുറമൊക്കെ ഒഴിവുചാല് പോലെ ആയി തീർന്നു. സങ്കീർത്തനം 129 2-3 വാക്യങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതുപോലെയൊക്കെയുള്ള പിന്നെ നിന്ദിക്കും, തുപ്പും, മുഷ്ടി കൊണ്ട് ഇടിക്കും, എല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു കാര്യം. ആ ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ്, കർത്താവിനോടുള്ള ഒരു സ്നേഹം, കർത്താവിനുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ട് നിറയ്ക്കും. നമുക്ക് അത് യഥാർത്ഥത്തില് അത് എങ്ങനെയാ നമുക്ക് ആ ഒരു തീക്ഷ്ണത വരുന്നത്? ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കായിട്ട് നമുക്കുള്ള ഏക ഒരു തടസ്സം എന്ന് പറയാൻ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ജഡം, നമ്മുടെ സ്വയജീവൻ, നമ്മുടെ സ്വയം തന്നെ, ഞാൻ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടക്കണം. അത് നമ്മൾ ഇന്ന് പാടിയ എരിയുന്ന തീ സമമാ ദിവ്യജീവൻ എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ പാടി തന്നിഷ്ടമൊക്കെയും ഞാൻ മാറ്റിവെക്കണമെന്ന് അവിടെ പാടിയത്. അതിന്റെ
126 പാട്ടില് നമ്മുടെ അതിനകത്ത് ഒരു സ്റ്റാൻസ് തന്നിഷ്ടം. അതെ 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 അതിന്റെ ആ, മൂന്നാമത്തെ സ്റ്റാൻസിൽ 126 പാട്ടിന്റെ മൂന്നാമത്തെ സ്റ്റാൻസിൽ നിന്നിലി അടിയാൻ ജ്വലിച്ചിടുവാൻ എന്റെ തന്നിഷ്ടമാകവേ വെടിയുന്നു ഞാൻ മന്നവനിൽ വന്ന് അവതരിച്ച് സ്വർഗ അഗ്നിയിൽ നിർമ്മലമാക്കിയിടുക. എന്റെ തന്നിഷ്ടം എന്ന് പറയുമ്പോ അത് ഭയങ്കര അവന് ഭയങ്കര തന്നിഷ്ടക്കാരനാണ്, അല്ലെങ്കിൽ ഇത് അവൾ ഭയങ്കര തന്നിഷ്ടക്കാരിയാന്നൊക്കെ നാട്ടിൻപുറത്ത് ഭാഷയിൽ പറയും. നമ്മള് വളരെ മാന്യന്മാരായ സഹോദരന്മാരും വിശുദ്ധ സഹോദരിമാരും മാന്യന്മാരായ വിശുദ്ധ സഹോദരന്മാരല്ലേ, നമുക്ക് തന്നെ ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ജഡം എന്ന് പറയുന്നത് ഫ്ലഷ് എന്ന് പറയുന്ന ആ വാക്ക് കുറിക്കുന്നത് നമ്മുടെ ആ സെൽഫ് ലൈഫിനെയാണ്. അതാ ഈ ദൈവത്തിന് അഗ്നി നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്ന് കത്താൻ തടസ്സമായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് നമ്മളുടെ ഈ തന്നെ ഇഷ്ടമാണ്, നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടേതായ ചില ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇത് ഇത്രയൊക്കെ മതി സമർപ്പണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ സമർപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ മറ്റേ കാര്യങ്ങൾ നമ്മുടെ ചിന്താജീവിതം ഒന്നും സമർപ്പിക്കേണ്ട. നമ്മളെങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നു, നമ്മളെങ്ങനെ TV നോക്കുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ഭാര്യയോട് എങ്ങനെ സംസാരിക്കുന്നു, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മക്കളോട് എങ്ങനെ സംസാരിക്കുന്നു, മരുമക്കളോട് എങ്ങനെ സംസാരിക്കുന്നു, കൊച്ചുമക്കളോട് എങ്ങനെ സംസാരിക്കുന്നു, നമ്മള് അപ്പനമ്മമാരോട് എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അപ്പൂപ്പനോട് അമ്മൂമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു, ആ കാര്യമൊന്നും നിയന്ത്രിക്കാനൊന്നും കർത്താവ് വരണ്ട. കർത്താവ് വലിയ ആളൊന്നും ആവണ്ട. എനിക്ക് എങ്ങനെ ഡോസ് കൊടുക്കണമെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം, എങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് എനിക്കറിയാം. എന്റെ ഒരു തന്നിഷ്ടമുണ്ട്. എങ്ങനെ എന്ത് ചെയ്യണം, ഭക്ഷണത്തിന്റെ കാര്യമാവട്ടെ, സമയം ചെലവഴിക്കുന്ന കാര്യമാവട്ടെ, ഉറക്കത്തിന്റെ കാര്യമാവട്ടെ, നമ്മളുടെ ജീവിതത്തിന് ഓരോ മേഖലയിലും ഒക്കെ നമുക്കൊരു തന്നിഷ്ടമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ പോകുന്ന ഒരു തന്നിഷ്ടം. പിന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് അധികമായിട്ട് അതിനെക്കുറിച്ച് വെളിച്ചം നൽകുന്തോറുമാണ് കർത്താവ് ഇവിടൊക്കെ എന്റെ തന്നിഷ്ടമാണല്ലോ, എന്റെ ഇഷ്ടമാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ ഞാൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുവാണല്ലോ. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന പറഞ്ഞാൽ എന്താ, ഒരു കാറ് എങ്ങോട്ട് പോകണമെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളാ തീരുമാനിക്കുന്നത് അല്ലേ. ഡ്രൈവർ എങ്ങോട്ട് ഓടിക്കുന്നു അതുപോലെ ആ കാർ ആ വണ്ടി അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതമാകുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റില് ഇന്ന് ആരായിരിക്കുന്നത്, ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കുവാണോ, അതോ യേശുവിന് ഞാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കർത്താവേ, ഞാൻ തന്നെ ഈ കാർ ഓടിച്ച് ഒത്തിരി ചളുക്കവും കുളുക്കവും ഒത്തിരി ഡെന്റും കാര്യങ്ങളും എല്ലാം വന്ന് എല്ലാം ഇങ്ങനെ ഫ്രാക്ചറായി എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇടിച്ച് ചളുങ്ങിയിരിക്കും എന്റെ വണ്ടി കർത്താവേ. ഇനി അങ്ങ് ഓടിച്ചാട്ടെ, അവിടുന്ന് ഇത് പുതുതാക്കി തീർത്ത് അവിടുന്ന് എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചാട്ടെ, അവിടുന്ന് കർത്താവേ എങ്ങോട്ടാണോ അവിടുന്ന് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് അതാ നമ്മുടെ ജീവനുള്ള യാഗമായിട്ട് നമ്മളതിനെ സമർപ്പിക്കുക എന്നുള്ള വാക്ക് ഒരുപക്ഷെ നമുക്കതൊരു പ്രയോഗമായിട്ട് മാറിപ്പോവാം. ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കും. പക്ഷേ ആ ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ഇഷ്ടത്തെയാണ് ഞാൻ അവിടെ, എന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന എന്റെ ഇഷ്ടത്തെയാണ് ഞാൻ അവിടെ സമർപ്പിക്കുന്നത്. അവിടെ കർത്താവേ ഞാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ നോക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ കർത്താവേ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ജീവിതം, അത് കർത്താവേ അവിടത്തേക്ക് അപമാനം ഉണ്ടാക്കുന്ന ജീവിതമാണ്. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തുള്ളിച്ചാടാനോ, എന്തെങ്കിലും ഭാഷകൾ കിട്ടിയെന്ന് പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിന് വേണ്ടി ഒരു ഷോക്ക് അടിച്ചോണക്കുള്ള അനുഭവം ഉണ്ടായി, ആ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ പറയാൻ വേണ്ടിയാ പലർക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് പലരും ചോദിക്കുന്നതും, അതിനായിട്ട് അഭിഷേകം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടങ്ങളുണ്ട്. എന്നാൽ അഭിഷേകം അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു വികാരത്തിലുള്ള ഒരു ഉപരിവിപ്ലവമായ കാര്യം അവരുടെ ജീവിതത്തില് അവിടെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തില്, അവരുടെ വ്യക്തി ജീവിതത്തില്, അവരുടെ തൊഴിൽ മേഖലയില്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദൈനംദിന ജീവിതത്തില് അവര് സമയം ചെലവഴിക്കുന്ന വിധവോ പണം ചെലവഴിക്കുന്ന വിധവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം കൺട്രോൾ ചെയ്യണം. അതിനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന് ഏറ്റവും പ്രസാദമായിട്ടുള്ള ഒരു കാര്യം വേണം എന്ന്, അങ്ങനെയുള്ള പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം വേണം, അതിനായിട്ട് കർത്താവെ അവിടുത്തെ അഗ്നിയാൽ എന്നെ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്. മറിച്ച് പലരും ഇന്ന് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കോളങ്ങളിൽ പറയുമ്പോൾ അവർ അങ്ങനെ ഒരു ഉപരിപ്ലവമായ വികാരത്തിളപ്പിനെയാ കുറിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ബ്രദറൻ ബാപ്റ്റിസ്റ്റ്, കാൽവിനിസ്റ്റിക്, അതുപോലെയൊക്കെയുള്ള റിഫോം തിയോളജി അങ്ങനെയൊക്കെയുള്ള കൂട്ടങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അവര് പിന്നെ ഇതേ അങ്ങ് പറയുന്നില്ല. അവര് പെൻഡുലമൈറ്റിസ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കാർ പെൻഡുലത്തിന്റെ അങ്ങേ തലക്കലാണെങ്കിൽ ഇവിടെ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മ എന്ന് പറയരുത്, അതെല്ലാം കിട്ടിക്കഴിഞ്ഞ കാര്യമാണ്. അതൊക്കെ
എല്ലാം ആയി കഴിഞ്ഞു, എല്ലാം വരവൊക്കെ നിന്നുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് സെസേഷനിസ്റ്റ് തിയറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങൾ പറയുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അവരെ ആരെയും കല്ലെറിയാനില്ല. മറിച്ച് യഥാർത്ഥത്തില് ഇനോ ഉള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശരീരം, നമ്മളെ തന്നെ സമാഗമന കൂടാരത്തോട് ഉപമിക്കുമ്പോൾ അവിടെ നമ്മുടെ വിശുദ്ധ സ്ഥലത്ത്, വിശുദ്ധ സ്ഥലം ദേഹിയുടെ ഒരു പ്രതിരൂപമാണ്. ദേഹിയില് നമുക്ക് വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, നമ്മളുടെ ഇച്ഛാശക്തിയുണ്ട്. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ് കപ്പാസിറ്റി, നമുക്ക് എങ്ങനെ തോന്നുന്നു. അപ്പം ഇന്ന് പെന്തക്കോസ്ത് കോളങ്ങളിൽ ആ വികാരങ്ങൾക്ക് അവര് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വികാരത്തിന്റെ ഒരു തിളപ്പ്, അതിനാണ് അവര് ആ ഒരു അഭിഷേകമൊന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് അതുകൊണ്ട് കുറിക്കുന്നത്. എന്നാൽ ഇനോ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, അതിന്റെ ആ ഡോക്ടറിനായിട്ട് ഉപദേശ സംഹിത, അതിന്റെ കൃത്യത, അതിന്റെ ആ വചനത്തിന്റെ അക്ഷരത്തിന്റെ നൂലാമാലകളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദറൻ, അതുപോലെ ബാപ്റ്റിസ്റ്റ്, അങ്ങനെയുള്ള കൂട്ടങ്ങൾ അവര് വചനത്തിന്റെ ധ്യാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. ഇതെല്ലാം പരിശുദ്ധത്തിന് നിയന്ത്രണത്തിന് വരണം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ ഒരു എക്സ്ട്രീമിലോട്ട് അങ്ങനെയുള്ള കൂട്ടങ്ങൾ അങ്ങോട്ട് പോകുന്നു. അപ്പം വികാരത്തിന്റെ ഒരു എക്സ്ട്രീമിലോട്ട് ആൾക്കാർ പോകുന്നു, വേറെ ബൗദ്ധികതയുടെ ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്നു. എന്നാൽ നമ്മളുടെ കൂട്ടങ്ങളില് നമ്മള് എംഫസൈസ് ചെയ്യുന്നത് ഇവിടെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛാശക്തിയില് അതൊരു സുവർണ അൾത്താരയോടെ നമ്മൾ സമാഗമന കൂടാരത്തിന്റെ ആ ഒരു പ്രതിരൂപമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഇച്ഛാശക്തിയില് അവിടെ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ, ഇച്ഛാശക്തി എന്നുള്ള വാക്ക്, വിൽ പവർ എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വിൽ പവർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ വിൽ പവർ, ആ ഒരു വിൽ പവർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഇഷ്ടം ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോ നമ്മളുടെ ആ ഇച്ഛാശക്തിയില് അവിടെ നമ്മുടെ ഇച്ഛാശക്തിന്നോ ഇച്ഛയെന്നോ അവന് പറയും. അവിടെ ഇച്ഛയില്, നമ്മുടെ വില്ലില് നമ്മളെ തന്നെ താഴ്ത്താനുള്ള ഒരു ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ തന്നെ താഴ്ത്താനാ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവ് പരിശുദ്ധാത്മാവ്. അവിടെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എപ്പോഴും നമ്മെ തന്നെ കർത്താവിനായിട്ട്, കർത്താവിന്റെ വചനത്തിനായിട്ട്, കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാനുള്ള ഒരു പ്രേരണയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടാണ് നമ്മളുടെ ആ സുവർണ അൾത്താരയോടും ചേർന്ന് ഒരു ജഡമാകുന്ന തിരശ്ശീല ഉള്ളതായിട്ടൊക്കെ നമ്മളത് പുറപ്പാട് 30-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ജഡം എന്നുവെച്ചാൽ നമ്മളുടെ ആ ഇച്ഛാശക്തിയും ജഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ ആ ഇച്ഛാശക്തിയിൽ ഒന്നുകിൽ നമ്മുടെ ഈ ജഡത്തിനെ നമുക്ക് പരിപോഷിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ഇച്ഛാശക്തിയിൽ, ആ ഇച്ഛയിൽ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ഒരു ദൈവവചനമാകുന്ന വാള് നമ്മളിലേക്ക് വരുന്നുണ്ട്. ആ തിരശ്ശീലയുടെ നേർക്ക് തന്നെ ആ തിരശ്ശീല ചീന്തുവാനായിട്ട് ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ നമ്മൾ നുറുക്കം എന്ന് പറയാറുണ്ട്. നുറുക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുന്നതാ നുറുക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മിൽ തന്നെ ഉള്ള ഒരു ബലമുണ്ട്. നമ്മൾ ഇന്ന് വേണ്ടുവണ്ണം ഒരുപക്ഷെ നമ്മൾ ഒരളവിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവൊക്കെ അനുഭവിച്ചിട്ടുള്ളവരും നമ്മളിൽ ചിലരുണ്ടായിരിക്കാം. എന്നാൽ വേണ്ടുവണ്ണം ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്താന്ന് അതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യം ഇല്ലാത്തവരും നമ്മളുടെ ഇടയിൽ കാണാം. പക്ഷെ നമ്മള് വേണ്ടുവണ്ണം ഉള്ള ഒരു ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ആ ഒരു തീരാനുള്ള ഒരു നിറവ് നമ്മൾ അനുഭവിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മളുടെ ഈ ജഡം ഇപ്പോഴും വലിയ തിരശ്ശീല അങ്ങനെ വേണ്ടവണ്ണം ചിന്തപ്പെട്ടിട്ടില്ല. നമ്മള് രക്ഷിക്കപ്പെടുമ്പോ ആ തിരശ്ശീലയുടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് എന്ന് മാറി എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ എനിക്ക് വേണ്ടിയില്ല, അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഞാൻ ഇതിനെ സമർപ്പിച്ചു, കർത്താവിന്റെ മുമ്പാകെ ഞാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ആ തിരശ്ശീലയുടെ ഒരു ചെറിയ സ്റ്റിച്ച് വിട്ടു. പരിശുദ്ധാത്മാവിനെ എന്റെ ആത്മാവിലേക്ക്, കർത്താവിന്റെ രക്തം എന്റെ ആത്മാവിന്റെ കണ്ണാകുന്ന മനസ്സാക്ഷി കഴുകുകയും പരിശുദ്ധാത്മാവിന്റെ എന്റെ ആത്മാവിലേക്ക് കടന്ന് പിന്നെ അതുവരെ മരിച്ചിരുന്ന എന്റെ ആത്മാവിനൊരു ജീവൻ കൊടുക്കാനും, അങ്ങനെ ഞാൻ ഒരു വീണ്ടും ജന്മം പ്രാപിക്കാനും അത് ഇടയാക്കി. എന്നാൽ ഇന്ന്
ആ ആത്മാവിൽ ഞാൻ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിൽ ഞാൻ തന്നെ ആയിരിക്കണമെങ്കിൽ ഈ വചനം ഏത് വചനമാകുന്ന വാളാണോ ആ തിരശ്ശീലയുടെ ഒരു സ്റ്റിച്ച് ഒന്ന് വിടുവിച്ചത്, ആ സ്റ്റിച്ച് വീണ്ടും വീണ്ടും അത് എന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വേർപിരിയലിലേക്ക്, ഒരു ചീന്തലിലേക്ക്, ആ തിരശ്ശീലയുടെ ഒരു ചീന്തലിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ പരിശുദ്ധാത്മാവിനെ എന്റെ ആത്മാവില് അധികമായിട്ട് നിരന്തരമായിട്ട് വന്ന് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ നിന്ന് ഈ ചിന്തപ്പെട്ട തിരശ്ശീലയുടെ ആ ഗ്യാപ്പിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ നിന്ന് എന്റെ ദേഹിയിലേക്ക് ഒഴുകി എന്റെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും എന്റെ ദേഹിയിലുള്ള എന്റെ ചിന്തകളെ എന്റെ ചിന്തകളെ പുതുക്കാനും എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും എന്റെ തീരുമാനങ്ങളെ കർത്താവിന്റെ പരിപൂർണ ഹിതത്തിനനുസരിച്ച് കർത്താവിന് ഏറ്റവും പ്രസാദമുള്ള കാര്യങ്ങളായിട്ട് തീരുമാനിക്കാൻ തക്കവണ്ണം എന്റെ തീരുമാനത്തെയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കർത്താവിന് ഏറ്റവും നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതിനെ കുറിച്ച് റോമർ 1:12 അത് പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം എന്ന് പറയുന്നു. അപ്പൊ ആ ദൈവഹിതം എന്റെ ഇച്ഛാശക്തിയിൽ ഞാൻ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതില് അവിടെ ദൈവത്തിന് ഹിതമായിട്ടുള്ള കാര്യം ചെയ്യുവാൻ തക്കവണ്ണം അതായത് ദൈവത്തിന് ഹിതമായിട്ടുള്ള കാര്യം ഞാൻ ചിന്തിക്കുവാനോ പ്ലാൻ ചെയ്യുവാനോ പറയുവാനോ ചെയ്യുവാനോ തക്കവണ്ണം ഞാൻ എന്റെ ഇച്ഛയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ എന്റെ ഇച്ഛയെ, എന്റെ ആ വിൽ പവർ ഞാൻ എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഞാൻ എന്റെ ബോഡി യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് കാണുന്നു, എന്ത് പറയുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല, വിൽ പവറിനോട് ബന്ധപ്പെട്ടിരിക്കുക നമ്മുടെ ബോഡി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ആ വിൽ പവർ, ആ ഇച്ഛ, അത് പരിശുദ്ധാത്മാവിന് അതാ ഡ്രൈവിംഗ് സീറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ ആ വിൽ അവിടെ നമ്മളവിടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുവാന്, നിയന്ത്രിക്കുവാന്, നിറയ്ക്കുവാന് ആ സ്നേഹം കൊണ്ട് നമ്മളിപ്പോ റോമർ 5:5 പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. പരിശുദ്ധാത്മാവ് സ്നേഹം കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുന്ന എപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ജീവനുള്ള യാഗമായിട്ട് അങ്ങനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിൽ വന്നങ്ങ് നിറഞ്ഞ് ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് ഞാൻ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുവാണെങ്കിൽ ആ ജീവന്റെ മാർഗത്തിൽ തന്നെ കർത്താവ് ചിന്തിയ ജീവന്റെ മാർഗം, കർത്താവ് പ്രതിഷ്ഠിച്ച ജീവന്റെ മാർഗം എന്നൊക്കെ നമ്മള് എബ്രായർ 10:19-20 വാക്യങ്ങൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന വാക്യങ്ങളായിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് പോകുന്നില്ല. ആ ജീവന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് തന്റെ ജഡമാവിന് തിരശ്ശീലയെ ചീന്തി പ്രതിഷ്ഠിച്ച ഒരു മാർഗമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശു കർത്താവിന് അതുപോലെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. താൻ മനുഷ്യനായിട്ട് വന്നപ്പോ പിതാവിന്റെ ഇഷ്ടത്തിന് വിഭിന്നമായിട്ടുള്ള ഒരു ഇഷ്ടം തനിക്കുണ്ടായിരുന്നു. എന്നാ കർത്താവ് അവിടെ എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം, അത് കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ മാത്രം പറഞ്ഞൊരു കാര്യമല്ല, മറിച്ച് കർത്താവിന്റെ ജീവിതത്തിലുടനീളം നമുക്കറിയാം. യോഹന്നാൻ 6:38 5:30 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവിന് ഒരു തന്നിഷ്ടമാകവേ തിരിച്ചിടും നമ്മളിപ്പോ പാടിയതുപോലെ കർത്താവിന് ഒരു തന്നിഷ്ടം ഉണ്ടായിരുന്നു. ആ തന്നിഷ്ടത്തെ അങ്ങ് യേശു കർത്താവ് അങ്ങ് പൂർണ്ണമായിട്ടും ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് പിതാവിന്റെ മുമ്പാകെ ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈസെൽഫ്. നമ്മളെ യോഹന്നാൻ 5:19 അതാണ് നമ്മൾ വായിക്കുന്നത്. ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈസെൽഫ്, എനിക്ക് ഒന്നും എന്റേതായിട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ നത്തിങ് 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 എന്ന് പറഞ്ഞാൽ നത്തിങ് എന്ന് പറഞ്ഞാൽ സീറോ. ഐ മീൻ സീറോ before the Father so that the Father can fill me. എന്റെ പിതാവിനെ എന്നെ നിറയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ എന്നിൽ വന്ന് നിറയുവാൻ തക്കവണ്ണം ഞാനൊരു പൂജ്യമായിട്ട് എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവ് തന്നെ സമ്പൂർണ്ണമായിട്ട് പിതാവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം യേശുവിന് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ പിതാവ് കൊടുത്തതായിട്ട് നമ്മൾ യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നത്. ആ വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും പലതവണ റെഫറൻസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് അങ്ങ് പറഞ്ഞു പോകുന്നത്. നമ്മളത് എല്ലാവരും വീണ്ടും ആ വാക്യങ്ങൾ എഴുതിയെടുക്കണം, പിന്നീട് അതെടുത്ത് നോക്കണം. യോഹന്നാൻ 3:34 പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ അല്ലയോ കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു ഉഷ്ണവാനായിട്ട്, ബോയിലിംഗ് ഹോട്ടായിട്ട്, ആ ഒരു തീക്ഷ്ണതയോടെ ഒരു അഗ്നിമയമായ ഒരു ജീവിതം, അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മള് മീറ്റിങ്ങിന് വരുമ്പോൾ മാത്രമുള്ള ഒരു തീക്ഷ്ണത, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് കേട്ടുപോകുന്നൊരു അങ്ങനെ ഒരു കാര്യമല്ല, മറിച്ച് എപ്പോഴും ആത്മാവിലൊരു അഗ്നി. നമ്മള് ലേവ്യ പുസ്തകത്തിലെ ആ വാക്യം നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യം, ലേവ്യർ 6-ാം അധ്യായത്തിലെ വാക്യം, ലേവ്യർ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങള് നമ്മള്
ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. അവിടെ എന്താ നമ്മൾ വായിക്കുന്ന ലീവർ 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആ യാഗപീഠത്തിന്മേലെ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളുടെ ജീവിതത്തില് ആ ഒരു നമ്മളുടെ ആ ഒരു സുവർണ അൾത്താര എന്ന് പറയുന്നത് ആ ഇച്ഛാശക്തി. അവിടെ ഒരു യാഗം, കർത്താവേ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു യാഗം. അവിടെ അവിടെ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ആത്മാവിലേക്ക്, അതിവിശുദ്ധ സ്ഥലമാകും നമ്മുടെ ആത്മാവിലേക്ക് വന്നിറങ്ങി നമ്മളെ ദേഹിയും, പിന്നെ ദേഹിയിലൂടെ കവിഞ്ഞൊഴുകിയ ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ നോട്ടത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. നമ്മൾ അവിടെ ആ 6-ാം അധ്യായത്തിന്റെ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്ന്, ഹോമയാഗത്തിന്റെ പ്രമാണം എന്താ? ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെയും യാഗപീഠത്തിനുള്ള വിറകിന്മേൽ ഇരിക്കുകയും, ആ വിറക് എന്നുള്ള വാക്ക് ഹാർട്ട്, അതായത് അതിന്റെ അടുപ്പിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. അതിനെ എപ്പോഴും യാഗപീഠത്തിലെ തീ കത്തിക്കൊണ്ടിരിക്കാനായിട്ട് എന്ത് കൊടുക്കണം? അവിടെ വുഡ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താ? നമ്മൾ അതിന്റെ 10-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മളിവിടെ വായിക്കുന്നേ, പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അഗ്നി ധരിച്ച്, പഞ്ഞിനൂൽ കൊണ്ടുള്ള അഗ്നി ധരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? വിയർപ്പുണ്ടാക്കുന്നതൊന്നും അവിടെ പാടില്ല. നമ്മള് എസെക്കിയേൽ 44:18 നമ്മള് ജാദോ പുത്രന്മാരുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അവര് ലിനൻ റോബ് ധരിക്കണം. എന്തുകൊണ്ടെന്നാ, they should not wear anything that makes them sweat. അത് ആദാമിന് കൊടുത്ത ശാപത്തിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് വിയർപ്പ് എന്ന് പറയുന്നത്. അത് സ്വയധ്വാനത്തെ കുറിക്കുന്ന സ്വയത്തിലുള്ള ഒരു അധ്വാനത്തെ കുറിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇത് ദൈവികമായിട്ടുള്ള ഒരു കാര്യം, അതൊരു സ്വസ്ഥതയുടെ കാര്യം. അവിടെ വിയർപ്പുണ്ടാക്കുന്നതൊന്നും വേണ്ട. അവിടെ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച്, പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിപ്പിച്ചുണ്ടായ വെണ്ണീർ എടുത്ത് യാഗപീഠത്തിന് ഒരു വശത്ത് ഇടണം. വെണ്ണീർ എന്ന് പറയുമ്പോൾ ചാരം, ഓൾറെഡി കത്തിക്കരിഞ്ഞ നമ്മളുടെ ജീവിതത്തിൽ, നമ്മള് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പല സമർപ്പണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ ഇന്നലത്തെ യാഗം ഇന്നതൊരു വെണ്ണീറാണ്, ഇന്നൊരു ചാരമാണ്. നമ്മൾ അതും പുകഴ്ന്നുകൊണ്ടാവാം, ഞാൻ അന്ന് ഇത്രയും വലിയൊരു നിലപാട് കർത്താവിന് വേണ്ടി എടുത്തു, ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി സഹിച്ചു. ശരിയാണ്, നമുക്കത് സാക്ഷ്യമായിട്ട് കർത്താവ് ഓർപ്പിക്കുമ്പോൾ കർത്താവിന്റെ പ്രേരണ അനുസരിച്ച് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് പറയാം. കർത്താവ് നമ്മളെ നടത്തി മുന്നോട്ട് ഓർക്കാൻ പറ്റും. നമുക്കതൊരു പുകഴാനുള്ള ഒരു കാര്യമല്ല, അതൊരു വെണ്ണീര്. ആ ചാരം എടുത്തങ്ങ് മാറ്റി കളയണം. ഈ ചാരം, അടുപ്പത്ത് ചാരം കുമിഞ്ഞുകൂടി കിടന്നാല് പിന്നെ കത്തുതിയില്ല. സഹോദരിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം അല്ലെ? വിറകടുപ്പൊക്കെ, ഇന്നൊക്കെ ഗ്യാസ് അടുപ്പായിട്ട് വിറകടുപ്പൊക്കെ വളരെ റെയറായിരിക്കും. അപ്പം ആ ചാരം മാറ്റി കളഞ്ഞാല് പിന്നെ നന്നായിട്ട് കത്തുന്നുള്ളൂ. അതായത് പഴയ കാര്യങ്ങളിലുള്ള നമ്മുടെ പുകഴ്ചയും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഒരു വശത്തെ കൊണ്ടിട്ട് അതങ്ങ് പിന്നെ എങ്ങോട്ട് കൊണ്ട് കളയണം. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വരുമ്പോൾ വേറെ വസ്ത്രം, അത് ബാക്കിയുള്ളവരുടെ മുമ്പാകെ ഒരു വിശുദ്ധിയുടെ ഒരു പ്രതീതി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഭാഷയോ ഭാവമോ ഒന്നും വേണ്ട. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ നമ്മൾ ജീവിക്കുന്നു. വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് പറയും 12-ാമത്തെ വാക്യത്തിൽ, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച്, ബേൺ വുഡ്. ആ വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഓരോ സമയത്തും പല വിറക് മാറി ഇപ്പം കത്തി തീരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിറക് മുകളിലോട്ട് നമ്മൾ അകത്തോട്ട് കയറ്റി വെക്കും, അല്ലെങ്കിൽ ഈ വിറക് അടുപ്പിലോട്ട് കയറ്റി വെക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് കർത്താവേ ഓരോ മേഖലയിലും കർത്താവേ എന്റെ ചിന്തകളിലാവട്ടെ, എന്റെ വാക്കുകളിലാവട്ടെ, എന്റെ പ്രവൃത്തികളിലാവട്ടെ, എന്റെ സമയം, എന്റെ പണം, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വിധം, മറ്റുള്ളവരോട് ഇടപെടുന്ന വിധം, മറ്റുള്ളവരുടെ എന്റെ മനോഭാവം, അങ്ങനെയുള്ള മനോഭാവം, നമ്മളിൽ ആത്മീയരായിട്ടുള്ള സൗകര്യങ്ങളുള്ള മനോഭാവം, നമ്മളെക്കാട്ടിൽ കുറച്ച് ആത്മീയതയുള്ളവരുള്ള മനോഭാവം, ഇല്ല നമ്മുടെ മനോഭാവ ഉദ്ദേശം, അതിലെല്ലാം ഒരു വിറക് ഇങ്ങനെ മാറി നമ്മൾ കത്താനായിട്ട് അതിങ്ങനെ വിറക് ഇട്ടുകൊണ്ടുപോയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വായിച്ചത്. അത് വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. ആ മേധസ് കത്തുമ്പോൾ ആ കൊഴുപ്പ്, അതിന്റെ ആ മൃഗങ്ങളുടെയൊക്കെ കൊഴുപ്പ് കത്തുമ്പോൾ ആ സൗരഭ്യ വാസന ഉണ്ടാകുന്നു. നമ്മളുടെ
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവഭാഗ്യം നമ്മളെ തന്നെ കർത്താവെ സമർപ്പണത്തോട് നമ്മളായിരിക്കുമ്പോൾ അവിടെ ഒരു സൗരഭ്യവാസനയായിട്ട് അത് കർത്താവിനായി തീർന്നേ. അത് കഴിഞ്ഞിട്ട് പറയും അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ വാക്യത്തിൽ യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. കർത്താവ് ഇപ്പോഴും തീ എന്നുള്ളത് പഴയ നിയമത്തിൽ ഒരു പ്രതിരൂപമായിട്ട് കാണുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ എന്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് യോഹന്നാൻ സ്നാപകൻ അത് സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സുവിശേഷങ്ങളുടെ മത്തായിയുടെ സുവിശേഷം ആവട്ടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ, യോഹന്നാന്റെ സുവിശേഷത്തിലെല്ലാം ഈവൻ അപ്പോസ്തല പ്രവർത്തികൾ തുടങ്ങുമ്പോഴും ഈ ഒരു പ്രോമിസ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ സ്നാനം കഴിപ്പിക്കും. നമ്മുടെ ജീവിതത്തിന് ആ ഒരു അഗ്നി, ആ ഒരു കത്തുന്ന ഒരു അനുഭവം നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിലെ ഹാബേലിന്റെ കൈന്റെ യാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അഗ്നിയുടെ കാര്യം നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ ഹാബേലിന്റെ യാഗം അംഗീകരിച്ചു എന്ന് കൈയിനെ മനസ്സിലാവാതെ എന്തുകൊണ്ട് ഉണ്ടായി? ഒരുപക്ഷെ നമ്മൾ ബാക്കിയുള്ള വചനഭാഗങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവിടെ ഹാബേലിന്റെ യാഗത്തിന് മേലെ അഗ്നി വന്ന് വീണ് കാണും. അപ്പം കൈയിന് മനസ്സിലായോ, എന്റെ യാഗത്തിൽ അഗ്നിയൊന്നുമില്ല. പിന്നീട് നമ്മൾ മോശം ഉൾപ്പെടർപ്പിൽ ഒരു അഗ്നി കാണുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മോശം ഉൾപ്പെടർപ്പിൽ ഒരു അഗ്നി കാണുന്ന ആരെങ്കിലും നമ്മൾ പുറപ്പാട് 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു അഗ്നി ഉള്ളപ്പോൾ മറ്റുള്ളവരൊന്ന് തിരിഞ്ഞു നോക്കൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അതാ ആ ഉൾപ്പെടർപ്പിന്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് 3-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം, അവിടെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പർവ്വതമായ ഹൊരേബ് വരെ കൊണ്ടുചെന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുറപ്പാട് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നത് മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുകയും ചെയ്തു. ഈ മുൾപ്പടർപ്പ് കത്തി പോകുന്നില്ല, പക്ഷെ മുൾപ്പടർപ്പിൽ എന്തുണ്ട്? വലിയൊരു തീ ഉള്ളതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അപ്പം മോശ എന്താ പറയുന്നേ? മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടർപ്പിന് നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിച്ച് അതിന് അവൻ ഇതാ എന്ന് ഉത്തരം പറഞ്ഞു. അതാ he turned aside. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഇങ്ങനെ 3-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും ഐ മസ്റ്റ് ടേൺ അസൈഡ് നൗ, ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ചെന്ന് നോക്കട്ടെ എന്ന് പറയുന്ന, ഞാൻ ചെന്ന് നോക്കട്ടെ, ഐ വിൽ ടേൺ അസൈഡ്. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ അത് കർത്താവിന്റെ ഒരു സന്തോഷമുള്ള ആ അഗ്നി എന്ന് പറയുമ്പോൾ അതിലാണ് സ്നേഹമുള്ളതെന്ന് നമ്മൾ കണ്ടു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം സ്നേഹമാണ്. നമ്മളത് ഗലാത്യർ 5-22-23 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സ്നേഹമാണ് നമ്മളുടെ പ്രാഥമികമായിട്ട്. കർത്താവിനോടുള്ള സ്നേഹം, മറ്റു സഹോദരങ്ങളോടുള്ള സ്നേഹം. നമുക്കെതിരായിട്ട് പലരെന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവരെ സ്നേഹിക്കാനുള്ള, അവരോട് ക്ഷമിക്കാനും, അവരെ അറിയാകിയാൽ അവര് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞത് അവരോട് ഞാൻ ക്ഷമിക്കുന്നു. ആ ഒരു സ്നേഹം പിന്നെന്താ? സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളവിടെ ഗലാത്യർ 5-22-23 വാക്യങ്ങളിൽ വായിക്കുന്ന അവിടെ ആ ഒരു വലിയൊരു സന്തോഷം, വലിയൊരു സമാധാനം, നമ്മളെ കാണുന്നവർക്ക്, നമ്മുടെ ജീവിതം കാണുന്നവർക്ക് അതുപോലൊരു സന്തോഷമുള്ള ഒരു സഹോദരൻ. എപ്പോഴും നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷം, ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹവും സന്തോഷവും സമാധാനത്തിന്റെ ഒരു അഗ്നി. ആ സമാധാനത്തോടുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ, പെട്ടെന്ന് പല സാഹചര്യങ്ങളും പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. പല രോഗാവസ്ഥകളോ പല പ്രയാസങ്ങളോ, ചില സാമ്പത്തിക കാര്യങ്ങളും, അടിക്കടിയുള്ള ചില എന്തെങ്കിലും അലർജിയോ ബുദ്ധിമുട്ടോ, പല പല കാര്യങ്ങളെ, ശ്വാസം മുട്ടല്, അല്ലെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആ ഒരു കർത്താവിന്റെ ഒരു സമാധാനത്തോടെ, കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, കർത്താവിലെ നന്മക്കെട്ടാക്കി തീർക്കും, കർത്താവ് എനിക്ക് ഇതിനു വേണ്ടി കൃപ തരും, ദൈവത്തിന്റെ കൃപ മതിയായത് എനിക്ക് കഴിയുന്ന കൂടുതൽ കർത്താവ് അനുവദിക്കത്തില്ല. ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കറിയാം. 10-13 എന്താ വായിക്കുന്നത്? കഴിഞ്ഞ കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. 2 Corinthians 12:9 അവിടുത്തെ കൃപ നമുക്ക് മതി. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നത് എവിടെ? റോമർ 8:22 വായിക്കുന്നത്. ഇതെല്ലാം ആ പരിശുദ്ധാത്മാവ്, ഈ അഗ്നി നമ്മളെ ഓർപ്പിക്കും. അത് അഗ്നി എല്ലാം മുട്ടും തീർക്കുന്ന അഗ്നി എന്നൊക്കെ നമ്മൾ ആ ശുദ്ധീകരിച്ചുവാലയാകും ക്രിസ്തു എന്നുള്ള പാട്ടിൽ നമ്മൾ പാടി. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെല്ലാം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും പല കാര്യങ്ങളും. ചിലപ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ സാക്ഷിക്കാനൊക്കെ ഒരു ധൈര്യവും ശക്തിയും ഒക്കെ പോരാ. അവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ശക്തി, നമുക്ക് എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ളൊരു ധൈര്യവും വാക്കും ഒക്കെ തരും.
അങ്ങനെ ഒരു അഗ്നി. അപ്പൊ ആ അഗ്നി നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുന്നവർക്ക് ഇത് വ്യത്യാസമുണ്ട്. ഈ ഇദ്ദേഹം സംസാരിച്ചതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് എവിടാ പറയുന്നത്? കർത്താവിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വാക്യം എവിടാ? യോഹന്നാൻ 7-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ പിടിക്കാനായിട്ട് കുറച്ച് സേവകന്മാരെ, കുറച്ച് ഒഫീഷ്യൽസിനെ പരീശന്മാരെ അയക്കുക. പക്ഷെ പിടിക്കാൻ പോയ ആൾക്കാര് പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവര് വെറുതെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പൊ എന്താ അവര് പറയുന്നത്? യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 45-ല് സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് എന്തെന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. No, never has a man spoken the way this man speaks. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ. കർത്താവിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിന്റെ തൊട്ട് മുമ്പ് ഇവര് ഈ കർത്താവിനെ പിടിക്കാൻ പോകുമ്പോൾ ഇവര് കേൾക്കുന്ന ഡയലോഗ് എന്താ? കർത്താവ് എന്താ പറയുന്നത് അവിടെ? തൊട്ട് മുമ്പേ ആ 37-ാമത്തെ വാക്യത്തില് എന്താ പറയുന്നത്? ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അത് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് അതുവരെ അവണ്ണം ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ഒരു അവസ്ഥ അന്ന് പഴയ ഉടമ്പടിയിൽ അവർക്കില്ലായിരുന്നു. എന്നാൽ അവണ്ണം ആത്മാവിനെ നൽകിയിട്ടില്ലായിരുന്നു. അതുവരെയും പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മേൽ വന്നതായിട്ടേ നമ്മൾ വചനത്തിൽ വായിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുന്ന കർത്താവ് പറയുമ്പോൾ, കർത്താവിൽ നിന്ന് ജീവജലത്തിന് നദികൾ പാഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുക. അതുപോലെ ആ ഒരു അളവില്ലാത്തൊരു അഭിഷേകം, അളവില്ലാത്തൊരു അഗ്നി യേശുവിനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പിതാവിന്റെ അഗ്നി. അപ്പൊ ഇത് വന്ന് സേവകന്മാർ വന്ന് പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇത്രയൊക്കെ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമ്മളെ കുറിച്ച് അങ്ങനെ പറയൂ. ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയായിരിക്കും, ഈ മനുഷ്യൻ സംസാരിക്കുന്നവരെ ഇവിടെ സംസാരിക്കുന്ന വേറെ ആരും സംസാരിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് അതുപോലെ നമ്മുടെ കൂട്ടുകാർ നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഇവിടെ സംസാരിക്കുന്ന അല്ലെ ഇവ സംസാരിക്കുന്നതൊക്കെ എപ്പോഴും ഒരു സമാധാനമുണ്ട്. ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയേണ്ടത് ഫേമായിട്ട് പറയും. ചില കാര്യങ്ങൾ വളരെ കരുണയോടെ കാര്യങ്ങൾ നോക്കി കാണാനും കാര്യങ്ങളാകും. എല്ലാ കാര്യത്തിലും ഒരു ധൈര്യത്തോടെ, അല്ലെങ്കിൽ വെപ്രാളവും ടെൻഷനും പരാതിയും വെറുപ്പും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബഹളവും അങ്ങനെ ബാക്കിയുള്ളവരും കൂടെ വെപ്രാളപ്പെടുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമാധാനമുണ്ട്. ഈ എന്റെ റൂംമേറ്റ് അല്ലെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ വ്യക്തി സംസാരിക്കുന്നത് പോലെ നമ്മളുടെ മറ്റുള്ളവർ ആ മോശം മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, എന്നാൽ മുൾപ്പടർപ്പ് അങ്ങ് വെന്തുപോയില്ല എന്ന് പറയുന്നത് പോലെ നമ്മളങ്ങ് വെന്തു പോകത്തില്ല. നമ്മളിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് വെന്ത് എരിഞ്ഞു പോകും. നമ്മള് കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അഗ്നിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പോൾ ബ്രദർ, നമ്മുടെ സുജയുടെ ഹസ്ബൻഡ് പോൾ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഫയർ എയ്തർ പ്യൂരിഫൈസ് ഓർ ബേൺസ്. ഒന്നുകിൽ അത് ശുദ്ധീകരിക്കും അല്ലെങ്കിൽ അത് എരിച്ചു കളയും. ഇറ്റ് പ്യൂരിഫൈസ് വാട്ട് ഇറ്റ് കനോട്ട് ബേൺ ആൻഡ് ഇറ്റ് ബേൺസ് വാട്ട് ഇറ്റ് കനോട്ട് പ്യൂരിഫൈ എന്ന് പറഞ്ഞാല് ഇപ്പോ സ്വർണമാണെങ്കിൽ ഈ അഗ്നി ശുദ്ധീകരിക്കും. എന്നുവെച്ചാൽ സ്വർണത്തെ ഈ അഗ്നിക്ക് അങ്ങ് എരിച്ചു കളയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് തടി കൊണ്ടിടുവാണെങ്കിൽ അതങ്ങ് എരിച്ചു കളയും. അപ്പൊ ഈ എരിച്ചു കളയാൻ പറ്റുന്നതിനെ അങ്ങ് എരിച്ചു കളയും, എരിച്ചു കളയാൻ പറ്റാത്തതിനെ അത് ശുദ്ധീകരിക്കും. സ്വർണത്തെ എരിച്ചു കളയാൻ പറ്റത്തില്ല, അപ്പൊ അതുകൊണ്ട് സ്വർണ്ണം ശുദ്ധമായിട്ട് വരും എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജഡത്തെ ഈ പരിശുദ്ധാത്മാവ് അങ്ങ് എരിച്ചു കളയും. ആ നുറുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടേതായ സ്വന്തം ഇഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടം അവിടെ വിറകായിട്ട് അതങ്ങ് എരിച്ചു കളയും എന്ന് പറഞ്ഞാല് നമ്മളുടേതായ ചില പരാതി, വെറുപ്പ്, നമ്മളുടെ ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവം, നമ്മളുടെ വെപ്രാളം, ടെൻഷൻ, ആകുലത, അശുദ്ധമായിട്ടുള്ള ചിന്തകളോ അങ്ങനെയുള്ള മനോഭാവങ്ങള്, നമ്മളുടെ നിഗളം, ഞാൻ വലിയ ആളാന്നുള്ള ഒരു നമ്മളിൽ തന്നെയുള്ള ഒരു നമ്മുടെ ബലം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവും നമുക്ക് ദൈവം വെളിച്ചം തരുന്നത് പോലെ നമ്മൾ ഈ വിറക് അങ്ങോട്ട് അടുക്കും തോറും, ഈ സ്വന്തം ഇഷ്ടത്തെ അങ്ങോട്ട് കൊടുക്കും തോറും അതങ്ങ് എരിച്ചു കളയും. എന്നാൽ സ്വർണം നമ്മളുടെ ആത്മാവില് പരിശുദ്ധാത്മാവ് വന്നിറങ്ങി നമ്മളുടെ ദേഹത്തിലൂടെയും വരുന്ന ആ കാര്യങ്ങളെ, നമ്മളുടെ ദേഹിയെ
ശുദ്ധീകരിക്കുക. നമ്മുടെ ദേഹി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, നമ്മളുടെ വാക്കുകൾ, നമ്മുടെ ദേഹി എരിച്ചു കളയുമല്ല ചെയ്യുന്നത്, നമ്മുടെ ജഡത്തെ എരിച്ചു കളയും. എന്നാൽ നമ്മൾ ദേഹിയെ ശുദ്ധീകരിക്കും. ദേഹിയെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദേഹിയുടെ കൺട്രോളിലേക്ക് കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകള്, നമ്മളുടെ വികാരങ്ങള്, നമ്മളുടെ തീരുമാനങ്ങള്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അഗ്നി പ്യൂരിഫൈഡ് ആവുന്നത് പോലെ നമ്മളുടെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിന്ന് നമ്മളുടെ ദേഹിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. പിന്നെ നമ്മുടെ ദേഹത്തെ ശുദ്ധീകരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിലൂടെ വരുന്ന, നമ്മുടെ ദേഹത്തെ ശുദ്ധീകരിക്കുന്നത് നമ്മൾ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മറിച്ച് എന്താ ദേഹത്തിലൂടെ വരുന്ന നമ്മളെ വാക്കുകളാവട്ടെ, നമ്മളുടെ നോട്ടങ്ങളാവട്ടെ, നമ്മളുടെ ചെയ്തികളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു നമ്മളുടെ ആത്മാവിൽ നിന്ന് നമ്മളെ ദേഹിയെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ദേഹത്തിലൂടെ വരുന്ന കാര്യങ്ങളെയും നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി. എന്നാൽ നമ്മുടെ ജഡത്തെ തന്നെ ഇരിച്ചു കളയുന്നു. അത് മറ്റുള്ളവരെ നമ്മുടെ അയൽവക്കത്തുകാരെ, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളിലൊരു വ്യത്യാസം എന്താ, കർത്താവ് നമ്മളുടെ കൂടെ പോരുന്നതിനാലല്ലയോ ആ വ്യത്യാസം എന്ന് പുറപ്പാട് പുസ്തകത്തില് 33 അധ്യായത്തിൽ മോശ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം അറിയാവോ? പുറപ്പാട് പുസ്തകം 33 അധ്യായത്തില് ഹൗ ആർ വി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഓൾ ദ അതർ പീപ്പിൾ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. നമ്മള് അതിന്റെ 33:16 ഇങ്ങനെ വായിക്കുന്നത്, എന്നോട് നിന്റെ ജനത്തോട് കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ എന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈസ് ഇറ്റ് നോട്ട് ബൈ യോർ ഗോയിങ് വിത്ത് us that I and your people may be distinguished. പോരുന്നതിനല്ലയോ, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. നമ്മളും ബാക്കിയുള്ളവരെ പോലെ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നമ്മളും അടുക്കളയിൽ പാചകം ചെയ്യുന്നു, പാടത്ത് പോകുന്നു, പറമ്പത്ത് പോകുന്നു, കടയിൽ പോകുന്നു. എന്നാൽ നമ്മളും ബാക്കിയുള്ളവരും നമ്മുടെ വ്യത്യാസം, കർത്താവ് നമ്മുടെ കൂടെ പോരുമ്പോഴാ ഒരു വ്യത്യാസമുള്ളത്. കർത്താവ് നമ്മളോട് പോകുന്ന പറഞ്ഞാൽ അക്ഷരമായിട്ട് കർത്താവിന്റെ എവിടെ ഉള്ളേ? പിതാവിന്റെ വലത് ഭാഗത്ത്, സ്വർഗത്തിലെ പിതാവിന്റെ വലത് ഭാഗത്ത് യേശു കർത്താവ് ഇന്ന് ആക്ഷരികമായിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ വന്ന് ജ്വാലയായിട്ട് വന്ന് ഇറങ്ങുമ്പോഴാണ് യേശു കർത്താവ് നമ്മളുടെ കൂടെ. നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും, ഓ ഇപ്പഴേയും ജോസിനെയും ജോഹാനും ജസ്റ്റിനും ഒന്നും സാധാരണ പിള്ളേരെ പോലല്ല, അവർക്കൊരു വ്യത്യാസം, അന്നയും അവർക്കൊരു വ്യത്യാസമുണ്ട്. അവർക്കൊരു പുറമേ ഉള്ള പല കാര്യങ്ങളും ശരിയാണ്, നമ്മള് ഓർണമെന്റ്സ് ഇടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മോഡൽ സ്റ്റാൻഡേർഡ് ഡ്രസ് ചെയ്യുന്നു, ആ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. എന്നാൽ അകമേ ഉള്ള നമ്മളുടെ ആ ഒരു സംസാരത്തിലും നമ്മള് പല കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയുന്നു. എല്ലാ ഒരു ജോക്കറിനെ പോലെ എല്ലാ ഒരു കളിതമാശ മാതിരി, ഒരു സ്ലാങ് മാതിരി, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ബാക്കിയുള്ളവരോരോ അശ്ലീല തമാശകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ചിരിച്ച് കളിച്ച് കൂടാൻ നിൽക്കുന്നില്ല. എന്നാൽ നമ്മള് ബാക്കിയുള്ളവരോട് എന്തെങ്കിലും ആരെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനോ, ഉത്സാഹിപ്പിക്കാനോ, എല്ലാവരും ചിയറപ്പ് ചെയ്യാനോ, മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ്, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കാനോ, അങ്ങനെയൊക്കെയുള്ള പല നമ്മളെല്ലാവരോടും ആരോടും വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരോടും സമാധാനത്തോട് പോകുന്ന അങ്ങനെ ഒരു അഗ്നിയുള്ളവരായിട്ട് ആ അഗ്നിമയമായിട്ടുള്ള നമ്മളെ ദൈവം അഗ്നിമയമായിട്ട് ആക്കാനകത്ത് ആഗ്രഹിക്കുന്നു. നമ്മുടെ എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് ദൂതന്മാരെ കുറിച്ച്, മാലാഖമാരെ കുറിച്ചാണ് ദൈവം പറയുന്നത്. പക്ഷെ എന്നാൽ അത് കർത്താവിന്റെ ദാസന്മാരായിട്ടുള്ള ഭൃത്യന്മാരായിട്ടുള്ള നമ്മളെ ഓരോരുത്തരെ കുറിച്ചും അത് സത്യമാകേണ്ട ഒരു വാക്യമാണ്. നമ്മുടെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ അത് നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ആ വാക്യം ഇത് നമ്മളിവിടെ വായിക്കുന്നത്. അത് മലയാള പരിഭാഷയിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സങ്കീർത്തനം 100 എന്നുള്ള ഒരു കൊട്ടേഷനാണത്. സങ്കീർത്തനം 104 എന്നുള്ള കൊട്ടേഷൻ അതിന്റെ 7-ാമത്തെ വാക്യം. എബ്രായർ 1:7. എബ്രായർ 1:7 അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു നമ്മളവിടെ വായിക്കുന്നത്. പക്ഷെ ശരിക്കും ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, KJV-യിലും ഇങ്ങനെ എഴുതിയിട്ടുള്ള NSB-യിലും തിരിച്ച്, അതായത് he makes his angels winds and his ministers a flame of fire എന്ന് പറഞ്ഞാല് എന്താ, 7-ാമത്തെ വാക്യം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അവൻ തന്റെ ദൂതന്മാരെ കാറ്റുകളാക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ്. പിന്നെന്താ, തന്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുന്നു. he makes his ministers a flame of fire. ആ മിനിസ്റ്റർ എന്നുള്ള ആ വാക്ക് ലൈറ്റോൾഗാസ് എന്നുള്ളൊരു ഗ്രീക്ക് പദമാണ്. ആ ലൈറ്റോൾഗാസ് എന്ന് പറഞ്ഞ ആ പദം ഈ എബ്രായ ലേഖനത്തിൽ വേറെ ഒരിടത്തും കൂടെ പ്രയോഗിച്ചിട്ടുള്ളത്. എവിടാന്ന് ചോദിച്ചാൽ 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, എബ്രായർ 8:2 അവിടെയും
എന്താ നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും, അവിടെ വിശുദ്ധ സ്ഥലം എന്നുള്ള ശരിക്കും അതിവിശുദ്ധ സ്ഥലം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഹാഗിയാസ് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന നമ്മളുടെ സത്യവേദ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു അത്രയും വെളിച്ചമില്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ വിശുദ്ധ സ്ഥലം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് അതിവിശുദ്ധ സ്ഥലം എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഹാഗിയാസ് എന്നുള്ള സാങ്ച്വറി എന്ന് പറഞ്ഞൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ ശുശ്രൂഷകൻ എന്നുള്ള വാക്ക് ലൈറ്റൽഗാസ് എന്ന് പറയുന്ന അതേ പദം തന്നെ നമ്മൾ എബ്രായർ 1:7 അവിടെ യേശുവിനെ അവിടെ ശുശ്രൂഷകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മള് ഒരു അഗ്നിജ്വാലയായിട്ട്, കർത്താവിന്റെ ഒരു അഗ്നിജ്വാലയായിട്ട്, ഒരു ശീതോഷ്ണവാന്മാരായിട്ട്, ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല കർത്താവ് അങ്ങനെയുള്ളവരെ മുമ്പിട്ട് കളയരുത്. ശീതവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യം, ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയും. ശീതോഷ്ണം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല, നമ്മള് ഒരു ചൂടില്ലാതെ ഒരു തണുപ്പനായിട്ട് കാര്യങ്ങളിലൊക്കെ ബൈബിൾ വായിക്കുന്ന കാര്യമാവട്ടെ, നമ്മൾ കൂട്ടായ്മയ്ക്ക് വരുന്ന കാര്യമാവട്ടെ, നമ്മളുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാവട്ടെ, നമ്മൾ സാക്ഷിക്കുന്ന കാര്യമാവട്ടെ, എല്ലാം ഒരു എന്താണ് പറയുന്നത്, ഒരു നെഗ്ലിജൻസോടെ നമ്മൾ അങ്ങനെ ഒരു വാക്ക് യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തില് ആ നെഗ്ലിജൻസോടെ കർത്താവിന്റെ വേലയെ ചെയ്യുന്നത് എന്താ? ഉദാസീനത. അതാണ് നമ്മള് അതിന്റെ 48-ാമത്തെ അധ്യായം, യെരമ്യാവ് 48-ന്റെ 10-ാമത്തെ വാക്യമാണ്, യഹോവയുടെ പ്രവൃത്തി, കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്തിനു രക്തം ചൊരിയണം? നമ്മൾ വേറെ ആരുടെ രക്തം ചൊരിയേണ്ട കാര്യമില്ല. നമ്മുടെ സ്വയജീവന്റെ രക്തം ചൊരിയാതെ ആ വചനമാകുന്ന വാള് നമ്മൾ അടക്കി പിടിക്കുവാന്നിരിക്കട്ടെ. ഓരോ സാഹചര്യത്തില് നമുക്കിപ്പം കോപിക്കാനും നമുക്ക് ദേഷ്യപ്പെട്ട് പറയാനുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ നമ്മുടെ സ്വയജീവന് രക്തം ചൊരിയാനായിട്ട് നമ്മൾ ആ വാളിന് അങ്ങനെയായിട്ട് കൊടുക്കുവാണ്. കർത്താവ് എന്റെ ഇഷ്ടം ഇവിടെ കോപിച്ച് ബഹളം ഉണ്ടാക്കാനാ, തിരിച്ചു പറയാനാ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഉപ്പേരി കൊടുക്കാനാ, മറിച്ച് കർത്താവ് ഞാൻ എന്നതിനെ താഴ്ത്തുന്ന അവിടുത്തെ ആത്മാകാരം നിറച്ച് സൗമ്യമായിട്ടുള്ള മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നത് നമ്മളെവിടെ സദൃശവാക്യം 15:1 നമ്മൾ വായിക്കുന്നില്ല, മൃദുവായിട്ട് പറയുന്നു. അപ്പൊ രക്തം ചൊരിയാതെ വാള അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, യഹോവയുടെ പ്രവൃത്തി, curse be the one who does the Lord's work negligently. ഉദാസീനതയുടെ നെഗ്ലിജൻസ്. നെഗ്ലിജന്റ് ആയിട്ടാണോ നമ്മള് സഭയ്ക്ക് വരുന്നത്, വചനം കേൾക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് ആരും അറിയത്തില്ല, നമ്മളിങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് ഇങ്ങനെ അവിടെ ആളുണ്ട് വിളിക്കുമ്പോ അല്ലെ, വേറെ സാഹചര്യങ്ങളോട് നമുക്ക് ചിലപ്പോൾ വിളിക്കുമ്പം ഇതാകുന്ന കാര്യം അല്ല ഞാൻ പറയുന്നത്. നമുക്ക് പല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു നെഗ്ലിജൻസ്, ആ ഒരു നെഗ്ലിജൻസോടാണോ നമ്മൾ കർത്താവിന്റെ വേല, കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നത്? അതോ ഹൃദയ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ആ ഒരു എരിയുന്ന തീ, അത് ഒരു ഉപരിപ്ലവമായിട്ടുള്ള എന്തെങ്കിലും ആൾക്കാരെ കാണിക്കാനുള്ള ഒരു ഇളക്കപ്പെരുപ്പം മാതിരി മാർത്തെ പോലെ ചാടിത്തുള്ളുന്നൊരു കാര്യമല്ല, മറിച്ച് കർത്താവേ അവിടുത്തെ ആ ഒരു സ്നേഹത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്നേഹം നമ്മളിലൊന്നും നിറയട്ടെ. ആ ഒരു വലിയ സന്തോഷം, വലിയൊരു സമാധാനം, വലിയ വെള്ളങ്ങൾക്ക് കെടുത്താൻ കഴിയാത്ത ഒരു സ്നേഹം, അത് കർത്താവ് നമ്മളൊന്നും നിറയ്ക്കട്ടെ. ഏലിയാവിന്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. 1 രാജാക്കന്മാരുടെ പുസ്തകം, നമ്മളപ്പം മോശയുടെ കാര്യം കണ്ടു, ആബേലിന്റെ കാര്യം, മോശയുടെ കാര്യം കണ്ടു. പിന്നീട് ഈ അഗ്നിയുടെ വലിയൊരു കാര്യം നമ്മൾ വായിക്കുന്ന അവിടെ ഏലിയാവ് പറയുന്ന ദൈവത്തെ കുറിച്ച് ഏലിയാവ് പറയുന്നത് എന്താ? The God who answers by fire, he is God. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്കിന് ഉത്തരം പറഞ്ഞു. 1 രാജാക്കന്മാർ 18-ന്റെ 1 Kings 18:24. God who answers by fire. God always answers by fire. കർത്താവ് എപ്പോഴും അഗ്നി കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമാണ്. നമ്മളെ ഇന്ന് ആ അഗ്നി അവിടെ ഇസ്രായേൽ ദേശത്ത് 3 വർഷങ്ങള് മഴ പെയ്തില്ല. അതിനുശേഷം ആഹാബ് രാജാവിന് മുമ്പില് ഏലിയാവ് ദൈവത്തിന് വലിയ ധൈര്യത്തോടെ, ആഹാബ് രാജാവ് എന്ന് പറയുമ്പോൾ തലവെട്ടി കളയുന്ന അതുപോലെ ദുഷ്ടനായിട്ടുള്ള രാജാവാ, അവന്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ 1 രാജാക്കന്മാർ 18-ന്റെ 15 അതിന് ഏലിയാവ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് എന്ന് വെച്ചാൽ സേവിച്ച് നിൽക്കുന്ന, ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ്, ഞാൻ ആരുടെ മുമ്പാകെയാണോ സേവിച്ച് നിൽക്കുന്നത് എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അത് ഞാൻ ആഹാബിന് മുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷെ ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഏലിയാവ് പറഞ്ഞു. ഞാൻ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നേ, ഞാൻ ഇന്ന് അവനെ എന്നെ തന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഇവൻ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും
ആഹാബിനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന, ആ നിൽക്കുന്ന എന്നുള്ള പദം, ആ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് അഹാബിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന് മുമ്പായിട്ടാണ് തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സ്കൂളിലെ ടീച്ചറിന് മുമ്പായിട്ടായിരിക്കും നിൽക്കുന്നത്, ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ബാക്കി നമ്മുടെ ഓഫീസിലാണെങ്കിൽ ബോസിന് മുമ്പാകെ നമ്മളെ വേറെ പല അധികാരികളോ പല ഇപ്പൊ ഞാനിവിടെ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുമ്പായിട്ട് നിൽക്കുന്നതാണ്, പക്ഷെ ആത്മാവിൽ എനിക്കറിയാം യേശു കർത്താവ് എന്റെ വലത് പാർശ്വത്തിലുണ്ടെന്നുള്ള കാര്യം. കർത്താവിന് മുമ്പായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, കർത്താവിനായിട്ടാണ് ഞാനിത് പറയുന്നത്. അത് ഓഫ്കോഴ്സ് കർത്താവ് അത് മറ്റുള്ളവർക്കായിട്ട് നൽകുന്നു എന്ന് പറയുന്നത് പോലെ അതാണ് നമ്മള് വചന ശുശ്രൂഷയോടെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും കർത്താവിന് എന്താണ് ചെയ്യുന്ന കൊളോസ്യർ 3:23-24 പറയുന്ന ഒരു കാര്യം. എന്ത് ചെയ്താലും കർത്താവിന് എന്താണ് ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനകത്ത് നമുക്കുള്ളപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായിരിക്കും. ആത്മാവില് ഇപ്പൊ നമുക്ക് കാറ്റ് നമ്മൾ കാണുന്നില്ല, പക്ഷെ അവിടെ കാറ്റ് ഇവിടെ കൊള്ളുമ്പോൾ നമുക്കറിയാം കാറ്റുണ്ടെന്നുള്ള കാര്യം എന്ന് പറയുന്ന പോലെ യേശുവിന്റെ സാന്നിധ്യം, യേശുവിനെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല, പക്ഷെ ആത്മാവിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മൾ നിറയുമ്പോൾ എന്താ കർത്താവിന്റെ സാന്നിധ്യം, യേശു കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവിന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം, കർത്താവിനെ ഉത്സാഹിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, കർത്താവിന്റെ ആ വാക്കുകൾ, ഐ എം വിത്ത് യു, ഞാൻ നിന്നെ താങ്ങുന്നു, ഐ എം അപ്ഹോൾഡിങ് യു, കർത്താവിന്റെ ആ ഒരു ഉത്സാഹിപ്പിക്കുന്ന വാക്ക്. അപ്പൊ അതാ ഏലിയാവ് ആ അഗ്നിയോടെ അങ്ങനെ നിൽക്കുന്ന ആ ഏലിയാവിനെ നമ്മളവിടെ 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കണ്ടു. പിന്നെ 18-ാം അധ്യായത്തില് അവിടെ ബാലിന്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്. 19-ാമത്തെ വാക്യം, ആ ഒരു പോർഷൻ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഒത്തിരി വർഷങ്ങളായി, ഒത്തിരി കാലങ്ങളായിക്കാണ് ഒരു പക്ഷേ ഇതൊക്കെ വായിച്ചിട്ട് പഴയ പുസ്തകമൊക്കെ ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ 19-ാമത്തെ വാക്യത്തിൽ ബാലിന്റെ 450 പ്രവാചകന്മാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അത് യാഗം കഴിക്കുന്നൊക്കെ പറയുന്നു. അതിട്ട് 21-ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ ഒരു മാസ് ഡയലോഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ക്ലാസിക് ഡയലോഗ് ഉണ്ട്. എന്താ, ഏലിയാവ് അടുത്ത് ചെന്ന് 21-ാമത്തെ വാക്യം 18-21, ഏലിയാവ് അടുത്ത് നിന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തൂണിൽ കാലു വെക്കും, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവിൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. ആരാ ദൈവമെങ്കിൽ? ദൈവം യഥാർത്ഥത്തിൽ യേശു കർത്താവ് ദൈവമെങ്കിൽ യേശുവിനെ അനുഗമിക്കുക, അല്ല ലോകമാണെന്നെങ്കിൽ ലോകത്തിന്, അല്ലെങ്കിൽ പണമോ ലോകമോ ഒക്കെയാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ലോകത്തെ അനുഗമിച്ചു. ഒന്നുകിൽ ശീതവാനായിട്ടിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക. അവിടെ ഇവിടെ ഇല്ല. നിങ്ങൾ എന്തിനാ ഹെസിറ്റേറ്റ് ബിറ്റ്വീൻ, ഹൗ ലോങ് വിൽ യു ഹെസിറ്റേറ്റ് ബിറ്റ്വീൻ 2 ഒപ്പീനിയൻസ്? അതാ 21-ാമത്തെ ഏലിയാവ് അടുത്ത് നിങ്ങൾ എത്രത്തോളം 2 തുണിയിൽ കാലം വെക്കും. അതാ ഇംഗ്ലീഷിൽ ഹൗ ലോങ് വിൽ യു ഹെസിറ്റേറ്റ് ബിറ്റ്വീൻ 2 ഒപ്പീനിയൻസ്. എങ്ങനെ എത്രത്തോളം ഇങ്ങനെ ശീതവാനും ഉഷ്ണവാനും നിങ്ങൾ ശീതോഷ്ണവാന്മാരായിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല ശീതോഷ്ണവാന്മാരായിട്ട്, അതാ ഹെസിറ്റേറ്റ് ബിറ്റ്വീൻ 2 ഒപ്പീനിയൻസ്. ഏതൊരു ബാലദൈവം നിങ്ങൾ പറയുകയാണെങ്കിൽ ലോകക്കാരാണ്, നിങ്ങൾ ശീതവാനായിട്ട് പൊയ്ക്കോ, എന്നാൽ ഉഷ്ണവാനായിട്ട് കർത്താവ് യേശുവാണ് ദൈവം എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ യേശുവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് അങ്ങ് കൊടുക്കുക, യേശുവിനായിട്ട് അങ്ങ് ജീവിക്കുക, കർത്താവിനായിട്ട് അങ്ങ് ഇരിയാനായിട്ട് നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് പറയുന്ന നിങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം യാഗം കഴിക്കുക, ദൈവം എങ്ങനെ ഉത്തരവ് വരലെന്ന് അറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിലെ അവസാനം നമ്മൾ വായിക്കും. 24-ന്റെ അവസാനത്തിലെ യഹോവയുടെ നാമത്തിൽ ഞാൻ യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കും, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ, ആ ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അപ്പം ആരുടെ യാഗത്തിന്മേലാണ് തീ വരുന്നത്? അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവര് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്തോളണമെങ്കിൽ 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവര് എന്ത് ചെയ്ത്, അവര് കുറച്ച് ഇന്ന് നമ്മളെ പല കൂട്ടങ്ങളിലെ ക്രിസ്തീയ എന്ന് പറയുന്ന പല കൂട്ടങ്ങളെ കാണുന്ന നമുക്ക് അവർ കുറെ ചാടിത്തുള്ളി ലീഡ്. അതാ 26-ാമത്തെ വാക്യത്തിൽ അവര് നമ്മൾ വായിക്കുന്നുണ്ട്. അവര് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലെ ഉത്തരം വരളമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. അവര് ഭയങ്കര ഒരുപാട് ലോങ് പ്രെയർ മീറ്റിംഗ്സ്, ഒത്തിരി നേരം ഞങ്ങള് ഒരു രാത്രി പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഉപവാസ പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന, ഞങ്ങൾ 3 കൺവെൻഷൻ, ആ യോഗ ഈ യോഗം, ആ യോഗ ഈ യോഗം, യോഗം കഴിഞ്ഞിട്ട് ഈ യോഗം കഴിഞ്ഞിട്ട് ആ യോഗം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ അവര് രാവിലെ തുടങ്ങി ഉച്ചവരെ മാലിന്യ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരവൊന്നും, ദൈവത്തിന്റെ ശബ്ദ ഉത്തരവൊന്നും ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. പലരും അഗ്നി വരുത്താൻ വേണ്ടി, ഇവര് അഗ്നി വരുത്താൻ വേണ്ടി തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്തെ നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ, ക്രിസ്ത്യ എന്ന് പറയുന്ന ലോകത്തിൽ അവർ അഗ്നി വരാൻ വേണ്ടി തുള്ളിച്ചാടി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഏതോ അഗ്നി വന്നു തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അത് ബാലിന്റെ പ്രവാചകന്മാരുടെ കാര്യം അവർ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ദേ ലീപ്ഡ് അബൌട്ട് ദ ഓൾട്ടർ. ഈ ആൾക്കാരൊക്കെ ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക, എന്താ അഗ്നി വരാൻ വേണ്ടി. ആരും ഒന്നും വന്നില്ല. അപ്പൊ ഏലിയാവ് പറഞ്ഞു, കുറച്ചുകൂടെ ഉറക്കെ നിലവിളിച്ചു, പരിഹസിച്ചു. 27-ാമത്തെ വാക്യം, അതാ
ഒന്ന് രാജാക്കന്മാർ 18:27 ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിക്കും, കുറച്ചുകൂടെ ഉറക്കെ വിളിക്കും, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഉറക്കമായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഉണർത്തേണ്ടി വരും, ഒന്നുകൂടെ ഒന്ന് ഉറക്കെ വിളിച്ചു. അവൻ പിന്നെ ഒരു ഉറക്കെ വിളിച്ച് ക്രൈഡ് വിത്ത് ലൗഡ് വോയിസ്. 28ാമത്തെ വാക്യം. അതുപോലെ രക്തം ഒഴുകുവോളം ആൾ കൊണ്ട് കുന്നുകൊണ്ട് ഞങ്ങളതിനെ മുറിവേൽപ്പിച്ചു. സെൽഫ് മ്യൂട്ടിലേറ്റഡ് ബിഹേവിയർ ഒക്കെ തുടങ്ങി. മിക്കവാറും അന്ന് സെക്രട്ടറി എങ്ങനെ ഉണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുകൊണ്ട് തന്നെ അതുപോലത്തെയുള്ള ബിഹേവിയർ ഒക്കെ അവർ തങ്ങളെ തന്നെ കുന്തം കൊണ്ടൊക്കെ മുറിവേൽപ്പിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 29ാമത്തെ വാക്ക്. ഉച്ചതിരിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ പ്രവചിച്ചുകൊണ്ടിരുന്നു. റീവ്ഡ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും ആരും നോ വൺ ആൻസർ, നോ വൺ പെയ്ഡ് അറ്റൻഷൻ. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഒന്നും ഉണ്ടായിട്ടില്ല. 29ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുവാണ്. നമ്മളുടെ ഒരു കഥാനായകനായിട്ട് അവിടെ ഏലിയാവ് ദൈവത്തിന്റെ അഭിഷിക്തനായിട്ട് വരുക. 30ാമത്തെ വാക്യം. എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടക്കുന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഈ യാഗപീഠം ഒന്ന് നന്നാക്കണം. റിപ്പയർഡ് ദ ഓൾട്ടർ. നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ വ്യക്തിപരമായ യാഗപീഠം, നമ്മുടെ ഫാമിലി ഓൾട്ടർ, നമ്മളുടെ കുടുംബ പ്രാർത്ഥനയിലുള്ള ആ ഒരു യാഗപീഠം അതൊന്ന് നന്നാക്കി. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇസ്രയേൽ എന്ന പേരാകും. 31ാമത്തെ വാക്യം. ഇസ്രയേൽ എന്ന പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റും, ഞാൻ ഡീറ്റെയിൽഡ് വായിക്കുന്നില്ല, എന്നിട്ട് ഒരു വലിയ ട്രഞ്ച്, വലിയ ഒരു തോട് മാതിരി ഉണ്ടാക്കി അവിടെ 3 തവണ വെള്ളമൊക്കെ ഒഴിച്ചു. എന്നുവെച്ചാല് അഗ്നി വരുമ്പം, തീ വരുമ്പം ഇതെന്തോ ഇവന് എന്തോ തീപ്പെട്ടിക്കുള്ളി കൊണ്ട് വന്നുകൊണ്ട് തീയായെന്ന് പറയണ്ട. അപ്പൊ അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ എല്ലാം നിറഞ്ഞ് കവിമാറാക്കി. അത് ചുറ്റും ആ 35ാമത്തെ വാക്യം. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി, അവൻ തോട്ടിലും വെള്ളം നിറച്ചു. അത് കഴിഞ്ഞിട്ട് 36ാമത്തെ വാക്യം എന്താ അവിടെ വായിക്കുന്നത്? ഏലിയാവ് ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. മറ്റവർ കിടന്ന് ബഹളം വെച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. 36ാമത്തെ വാക്യം. ഭോജനവാക്യം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന് ഇബ്രാഹാമിന്റെ ഇസഹാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം വരണമേ. നീ ദൈവം തന്നെ യഹോവ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം വരണമേ എന്ന് പറഞ്ഞു. ഉടനെ 38ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞതായിട്ട്. ഫയർ ഓഫ് ദ ലോർഡ് ഫെൽ ആൻഡ് കൺസ്യൂം ദ ബേൺഡ് ഓഫറിംഗ്. നമ്മളും യാഗപീഠത്തെ റിപ്പയർ ചെയ്ത് നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു സമർപ്പണം, ഇവിടെ ഇതേപോലൊരു സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്ന ഒരു രംഗം നമ്മള് ലേവ്യ പുസ്തകം 9ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിലും കാണുന്നുണ്ട്. അവിടെ ഹോമയാഗം അത് ദഹിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന്. അത് കണ്ടിട്ട് ലേവിയുടെ പുത്രന്മാര് നദാബും അബീഹുവും വ്യാജ അഗ്നി, അന്യാഗ്നി കൊണ്ടുവന്നു. വെച്ചാല് അവര് ദൈവത്തിന്റെ അഗ്നി അന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ തക്കവണ്ണം, ഞങ്ങളും പ്രാർത്ഥിക്കുമ്പം അഗ്നി വരുമെന്ന് അറിയിക്കാൻ തക്കവണ്ണം അവരെന്തൊക്കെയോ വ്യാജ അഗ്നി, അന്യാഗ്നി, സ്ട്രേഞ്ച് ഫയർ കൊണ്ടുവന്നു. ദൈവത്തിന്റെ അഗ്നി അല്ല അത് അങ്ങനെയാണെന്ന് തോന്നിക്കുവാറ്. ഇന്ന് വ്യാജ അഗ്നി, ഇന്ന് ക്രിസ്ത്യകുളത്തിൽ അങ്ങനെ ഒരു ഒത്തിരി ബഹളം വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ ഒരു അന്യാഗ്നി മാതിരി എല്ലാവരും ഒന്ന് ചാടിത്തുള്ളി ഒന്ന് ഇത് ചെയ്യുമ്പോൾ അന്യാഗ്നി. അവിടെ വീണ്ടും ദൈവത്തിന്റെ അഗ്നി വന്നു. പക്ഷെ അത് യാഗം ദഹിപ്പിക്കാനല്ല, ഈ നാദാബിനെ അബീഹുവിനെ അവിടെ ദഹിപ്പിച്ചതായിട്ട് നമ്മൾ അവിടെ ലേവ്യ പുസ്തകം 10ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളുടെ 2-3 വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ഒരു അഗ്നി, എസെക്കിയേലിന്റെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുക. 34ാം അധ്യായത്തിന്റെ 26ാമത്തെ വാക്യം. അവിടെ ആ അഗ്നിയുടെ ഒരു വേറൊരു ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മഴ. അഗ്നിയും മഴ നമുക്ക് വിരോധാഭാസമായിട്ട് തോന്നിയെന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരു മഴ പോലെ വന്നിറങ്ങുന്ന ഒരു ആശ്വാസത്തിന്റെ കാര്യം അവിടെ ആ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. യെഹെസ്കേൽ 34ന്റെ 26 ഇതാ വായിക്കുന്നത്. ഞാൻ അവയെയും എന്ന് പറഞ്ഞ കാടുകളും മരുഭൂമിയുടെ കാര്യമൊക്കെ പറയുന്നത്, അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. അതാ there will be showers of blessing. ആശിഷ്ടമാരി ഉണ്ടാകുന്ന ആ പാട്ടിൽ പാടുന്ന showers of blessing എന്നുള്ള ഈ വരികളിൽ നിന്ന് എടുത്ത ആ ഒരു വാക്കായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. യെഹെസ്കേൽ 34ന്റെ 26ാമത്തെ വാക്യം. അനുഗ്രഹകരമായ ഒരു മഴ, കർത്താവിന് അനുഗ്രഹകരമായ ഒരു മഴ. അപ്പോസ്തല പ്രവൃത്തികൾ 3ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു വാക്ക്, ആശ്വാസകാലങ്ങൾ എന്നൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെ കുറിച്ച് കർത്താവ് അത് ആഗ്രഹിക്കുന്നു. 3:19, അപ്പോസ്തല പ്രവൃത്തി 3:19, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ
മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്ന കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ, ടൈംസ് ഓഫ് റിഫ്രഷിംഗ് മേക്കാം ഫ്രം ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. നമ്മള് ഇപ്പൊ മാത്രമല്ല, നമ്മൾ തുടർന്നും നമ്മുടെ ജീവിതത്തില് അതുപോലെ ഒരു കരച്ചിലോടെ കർത്താവെ അവിടുത്തെ ആ ഒരു വിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കണം. ആ ഒരു കർത്താവിന്റെ ശക്തി ലഭിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലർ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ റോമർ 5:5 നമ്മൾ വായിച്ചു. കർത്താവിന്റെ ആ ഒരു സ്നേഹത്താലും ശക്തിയാലും ഒക്കെ നിറയപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണം. അത് നിരന്തരമായിട്ട് ദൈവമുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് ഇരുന്നുകൊണ്ടേയിരിക്കുവാണെങ്കിൽ എപ്പോഴും ആ ഒരു അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും, നിരന്തരമായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അഗ്നിയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു ആശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു മഴ തന്നെ ചൊരിയുവാനായിട്ട് നമ്മളിൽ അഗ്നി കത്തിക്കുന്ന ആ ഒരു കർത്താവ് നമ്മളിലെ ആ ഒരു ആശിഷമാരി, ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്, ആ ഒരു വലിയൊരു അഗ്നി, വലിയൊരു കത്തല്, അത് നിരന്തരമായിട്ടുള്ള ഒരു കത്തലായിട്ട് ഇപ്പൊ ഒരു മീറ്റിങ്ങിലുള്ള ഒരു ആ ഒരു കാര്യങ്ങളായിട്ട് മാത്രം അതങ്ങ് ചുരുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിന് ഓരോ മേഖലയിലും നിരന്തരമായിട്ട് കത്തുന്ന ഒരു അഗ്നി, അതിനായിട്ട് നമ്മളുടെ സ്വജീവന്റെ പിറകെല്ലാം നമ്മളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അടുക്കി വെച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഗ്നി നമ്മളിൽ ഒന്നും നിറയും. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയോടും മഴയോടും ഭൂമിച്ചിട്ടുണ്ട്. നമ്മൾ പാടുന്ന പാട്ടിൽ ആ ഒരു പ്രത്യാശയുടെ പാട്ടായിട്ട് ആശിസാമാരി ഉണ്ടാകും, ആനന്ദ വാഗ്ദത്തമേ. കർത്താവിന്റെ വലിയ വാഗ്ദത്തമാണ്. മേൽ നിന്ന് രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങൾ. നമ്മള് അവസാന അപ്പോസ്തലർ 3:19 വായിച്ചതുപോലെ, ഇവൻ എഹെസ്കേൽ 34:26 നമ്മൾ വായിച്ചതുപോലെ, 34:26 വായിച്ചതുപോലെ, ആശ്വാസകാലങ്ങൾ, ആശിഷമാരി, കൃപകൾ ചാറ് വീണ പോലെ കർത്താവ് വൻമഴ വേണം. ഒരു ശീതോഷ്ണവാനായിട്ട് അവിടെ ഇവിടെയായിട്ട് ഉള്ള ഒരു ഇത് ലോകക്കാരനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിലല്ല, മറിച്ചൊരു അഗ്നിജ്വാലയായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ആ ഒരു ഡ്രൻസ്ഡ് ആയിട്ട് ആ ഒരു മഴയിൽ മുഴുകി ഇമേഴ്സ്ഡ് ആയിട്ട് നിമജ്ജനം ചെയ്ത് അങ്ങനെ കുന്നിലും പള്ളങ്ങളിലും ഒക്കെ വൻമഴയുടെ സ്വരം കേൾക്കുന്നു. ഏലിയാവ് അഗ്നി കർമ്മേൽ പർവ്വതത്തിന് മേലെ ഇറങ്ങിയതിനു ശേഷം വീണ്ടും പോയി പ്രാർത്ഥിക്കുമ്പോൾ 7 തവണ ബാല്യക്കാരനോട് ചെന്ന് നോക്കാൻ പറയുമ്പോൾ 7ാമത്തെ തവണ ചെന്ന് നോക്കുമ്പോൾ ആദ്യമൊന്നും ആകാശത്ത് ഒരു സൈന്യമില്ലായിരുന്നു. എന്നാൽ ഒരു കൈയുള്ള ഒരു മേഘം കണ്ടതായിട്ടും പിന്നീട് വലിയൊരു ഷവർ, വലിയൊരു പെരുമഴ പെയ്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിലെ ആ യാഗപീഠങ്ങളെ നമ്മൾ നന്നാക്കുമ്പോൾ ദൈവത്തിന്റെ അഗ്നിയും ദൈവത്തിന്റെ വലിയൊരു മഴയും നമ്മളുടെ മേലെ ദൈവം പുത്രന്റെ പേരിൽ തന്നാലും നമ്മള് ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ ഒരു അനുഭവം അതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ സമ്പൂർണ്ണമായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളതിനെ തുറന്ന് കർത്താവേ, നമ്മൾ ഇതുവരെ അനുഭവം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് കർത്താവേ എനിക്ക് വേണം. ആ ഒരു നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ജനിച്ചു എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും പിന്നീട് തുടർന്ന് ആ നിറവ് നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു നടത്തിപ്പ് എനിക്ക് വേണം എന്നുള്ള ഒരു വലിയ ദാഹത്തോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് പാടാം. ആശേഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ ദൈവമേ, ആശിസാമാരിയുണ്ടാകും, വീണ്ടും നല്ലുണർവുണ്ടാകും. പള്ളങ്ങളിൽ നീളും വന്മഴയിൻ സ്വരം ആശിസാമാരി, ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ ദൈവമേ,
ആശീസമാരിയുണ്ടാകും ആകത്തം ഞങ്ങൾക്കും ഇപ്പോൾ നിൻ വാഗ്ദത്തമോത്ത് നൽവരം തന്നിടുക ആശേഷമാരി ആശേഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴൽ താദേവനേ ആശീസമാരിയുണ്ടാകും എത്ര നിന്നു പേരിൽ പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശേഷമാരി ആശേഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദേവനേ. അതേ കർത്താവേ, അവിടുന്ന് വന്മഴ തന്നതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, വിശ്വാസത്താലെ ഞങ്ങൾ ആ വന്മഴയെ, ആ വലിയ തീയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുകൊള്ളുന്ന കർത്താവേ, അവിടെ തീ അയച്ചതിനായിട്ട്, അവിടുത്തെ ആത്മാവിനാലെ ഞങ്ങൾ ഓരോരുത്തരും നടച്ചതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അതെ കർത്താവേ, ആ ഒരു വലിയ ഉറപ്പോടെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് കടന്നു പോകണം. വലിയൊരു ആത്മാവിന് വലിയൊരു പകർന്നൊഴുക്ക് കർത്താവേ, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായ ആഴത്തില് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് ഞങ്ങളുടെ ആ ജഡത്തെ അങ്ങ് ദഹിപ്പിച്ച് ആ ആത്മാവും ദേഹവും എല്ലാം പരിശുദ്ധാത്മാവിനാല് ശുദ്ധീകരിക്കപ്പെട്ട് അത് കളങ്കമില്ലാതെ കാക്കപ്പെടുന്ന അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകരെയും അഗ്നിജ്വാലയാക്കുന്ന കർത്താവ്, കാറ്റാക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിജ്വാലയായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ആ കർത്താവെ ആ മഴയിലെ കുതിർന്ന കർത്താവെ ആ സ്നേഹത്തിന്റെ ആർദ്രതയില് നിറഞ്ഞവരായിട്ട്, കർത്താവെ ആ മനസ്സെലവിന്റെ ആർദ്രതയില് നിറഞ്ഞവരായിട്ട് ഞങ്ങളെ ആക്കി തീർത്തതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. പെരുവെള്ളങ്ങൾക്കും വലിയ വെള്ളങ്ങൾക്കും വലിയ നദികൾക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത വലിയ അഗ്നി അതേ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്ക് നന്ദി പറയും ചെയ്യും. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, പ്രൈസ് യു, എക്സോൾട്ട് യു ലോർഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ചതിനായിട്ട് നന്ദി കർത്താവെ, നന്ദി. താങ്ക് യു, താങ്ക് യു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അവിടുന്ന് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിറക്കണമേ. ഞങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റ് അവിടുത്തേതാണ് കർത്താവെ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുവാനായിട്ടുള്ള അധികാരം അവിടത്തേക്ക് തരുന്ന കർത്താവ്, അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്. ഞങ്ങളുടെ കർത്തൃത്വം നടത്തുവാൻ അവിടത്തേക്ക് മാത്രമേ അധികാരമുള്ളൂ. അതെ കർത്താവ്, ഞങ്ങളുടെ സ്വയജീവനല്ല, ഞങ്ങളെ തന്നെ കർത്താവെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നന്ദി കർത്താവെ, ഞങ്ങളെ നിറച്ചുകൊണ്ടേയിരിക്കുന്നതിനായിട്ട് ഇനിയും ആശേഷമായ ആശ്വാസകാലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും വരാൻ പോകുന്നതോട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങൾ അതിവായിട്ട് നിറച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിറവ് ഒരിക്കലും നിന്ന് പോകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരന്തരമായിട്ടുള്ള നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എപ്പോഴും അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട് എപ്പോഴും ആയിരിക്കാൻ, എപ്പോഴും അവിടുത്തെ ആത്മാവിനെ നിറഞ്ഞുകൊണ്ടേയിരിക്കാൻ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ ആ ജീവജല നദിയില് കർത്താവെ, അത് മുട്ടോളമല്ല, അത് കർത്താവെ കണങ്കാര് പോലെ വരെ പോരാ കർത്താവെ, അത് മുട്ടോളം പോരാ, അത് അരയോളവും പോരാ, അറിയുന്ന വലിയ നദിയായിട്ട് ഞങ്ങളെ നയിക്കുന്ന നദിയായിട്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കും. മതിയായതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കും. നന്ദി കർത്താവെ, അന്നുറുക്കത്തിന്റെ വഴിയില് കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും കർത്താവെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന വഴിയില് അധികം കർത്താവ് ജഡത്തിന്റെ പല മേഖലകൾ അവിടുന്ന് കാണിച്ച് തരുന്തോറും കർത്താവെ, ആ വിറക് അഗ്നിയിലേക്ക് അടുക്കി വെച്ച് കർത്താവെ നിരന്തരമായിട്ട് കത്തിക്കൊണ്ടേയിരിക്കാനായിട്ട് കർത്താവെ അധികം അഗ്നിയായിട്ട് അസമൃദ്ധമായ ജീവനിലേക്ക് നടക്കുവാൻ ഞങ്ങൾ ഒത്തിരി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ വ്യാപാരം കർത്താവെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കർത്താവെ തൊഴിലില്, കർത്താവെ ഞങ്ങളുടെ സഭയില്,
ഞങ്ങളുടെ ദേശത്ത് വലിയ അഗ്നിയെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. പ്രാർത്ഥനയുടെ നീയോട് സ്തുതിക്കുന്ന എല്ലാം യേശു കർത്താവിന്റെ വലിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.